ഉണ്ടാക്കിയിട്ടുള്ളത് ഭഗവാനെ കൊണ്ട് തന്നെയാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ 3 വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു നേരത്തെ കർമ്മങ്ങളാണ് നമ്മളെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞു. അത് 3 വിധത്തിലുണ്ടെന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, പിന്നെ മിശ്രം ആയിട്ടുള്ള കർമ്മം. അതായത് പുണ്യപാപങ്ങൾ ചേർന്നിട്ടുള്ള കർമ്മം. ഈ ചാക്യാന്മാർ പറയുമ്പോൾ പറയും ഈ പുണ്യപാപങ്ങൾ സമമായി വരുന്ന സമയത്താണ് മനുഷ്യ ജന്മം ഉണ്ടാകാൻ ചാക്യാന്മാർ പറയുമ്പോൾ പറയേണ്ടതാണ്. അപ്പോൾ പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളവർ ദേവന്മാരായിട്ട് വരും. പാപകർമ്മങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളവർ കുറേ കൂടിയും താണ രൂപങ്ങളായിട്ട് മാറും. പുണ്യപാപങ്ങൾ സമമായിട്ടുള്ളവരാണ് മനുഷ്യരായി തീരുക എന്നാണ് ചാക്യാന്മാരൊക്കെ പറയുമ്പോൾ പറയും. ഈ പുണ്യകർമ്മം ചെയ്താൽ മതി മോക്ഷം കിട്ടാൻ എന്നാണെങ്കിൽ അതും അത്ര ശരിയല്ല എന്നാണ് പൂന്താനം പറയുന്നത്. അതായത് വളരെയധികം പുണ്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ദേവന്മാർ. ദേവന്മാരൊക്കെ പുണ്യസ്വരൂപികളാണ്. അവർക്കും മോക്ഷം കിട്ടണില്ല. ആ പുണ്യം എന്നുള്ളത് ഒരു ചങ്ങലയാണ്, ബന്ധിക്കപ്പെടുന്നതാണ്, ബന്ധിക്കും. പാപകർമ്മങ്ങൾ ചെയ്താൽ അതും ബന്ധിക്കും. പുണ്യപാപങ്ങൾ മിശ്രമായിട്ട് ചെയ്താൽ അതും ബന്ധിക്കും. അതിൽ പുണ്യകർമ്മങ്ങൾ സ്വർണ്ണച്ചങ്ങലയാണെന്നാണ് പറയുന്നത്. പാപകർമ്മങ്ങൾ ഇരുമ്പ് ചങ്ങല. ഇത് രണ്ടും കൂട്ടിച്ചേർന്നതാണ് മനുഷ്യജന്മം. അങ്ങനെ ഈ മനുഷ്യജന്മം കിട്ടിയതുകൊണ്ട് ഒരു ഗുണം ഉണ്ട്. സ്വർണവും ഇരുമ്പും സ്വർണ്ണച്ചങ്ങലയാണെങ്കിൽ അത് പൊട്ടാൻ എളുപ്പമാണ്. ഇരുമ്പ് ചങ്ങല അത്ര വേഗം പൊട്ടില്ല. അപ്പോൾ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ ക്രമേണ മോക്ഷം കിട്ടാനൊരു വഴിയുണ്ട്. പക്ഷെ പാപകർമ്മങ്ങൾ ചെയ്താൽ യാതൊരു നിവൃത്തിയില്ല, മോക്ഷം കിട്ടാൻ നിവൃത്തിയില്ല. അത് ഇരുമ്പ് ചങ്ങലയായിട്ട് ഇങ്ങനെ കിടക്കും. അത് നമുക്ക് സാധാരണ ആലോചിച്ചാൽ തന്നെ അറിയാം. ഇപ്പോൾ ഒരാൾക്ക് നമ്മളൊരു ഉപകാരം ചെയ്തു കൊടുക്കുക, അത്
നാളേക്ക് ഓർമ്മ ഉണ്ടാവും, മറ്റന്നാൾ ഓർമ്മ ഉണ്ടാവും, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാൽ അത് ഓർമ്മ ഇല്ലാണ്ടാവും. പക്ഷേ ഒരാളെ ഉപദ്രവിച്ച് ഒരാളെ അടിച്ചു വെച്ചാൽ അതിങ്ങനെ കിടക്കും. അതിങ്ങനെ ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല, അതിനെ അങ്ങനെ ന്യായീകരിക്കാൻ നമ്മൾ നോക്കും. ഒരു പുണ്യകർമ്മം ചെയ്താൽ അത്ര അതിനെ ന്യായീകരിക്കാൻ നോക്കില്ല. നമ്മുടെ മനസ്സിൻ്റെ വിദ്യയാണത്. ഒരു പാപം ചെയ്താൽ അല്ലെങ്കിൽ ഒരാളെ അടിച്ചു വെച്ചാൽ ഞാൻ അയാളെ എന്നോട് മറ്റേ കാര്യം പറയുകൊണ്ടല്ലേ ഞാൻ അടിച്ചത്, അതുകൊണ്ടത് തെറ്റില്ല. ഇങ്ങനെ അതിമ്പിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം പാപകർമ്മങ്ങൾ അത്ര വേഗം വിട്ടുപോകാൻ വഴിയില്ല, പുണ്യകർമ്മങ്ങൾ പിന്നെയും വിട്ടുപോകും. പക്ഷേ ഇത് രണ്ടും കൂടി ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അതായത് രണ്ടും കൂടി ചെയ്തിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത്. ഇരുമ്പും സ്വർണം കൂടി വരച്ചാൽ വേഗം സ്വർണം തേഞ്ഞു പോകും, അപ്പോൾ ചങ്ങല പോകും. അപ്പോൾ മനുഷ്യജന്മം കൊണ്ടാണ് മോക്ഷം കിട്ടാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ പുണ്യഭാവങ്ങൾ സമമായി വരുന്നിടത്താണ് മനുഷ്യജന്മം ഉണ്ടാകുക. ഇപ്പോൾ സ്വർണ്ണച്ചങ്ങലയാണെങ്കിൽ അത് പൊട്ടാൻ വിഷമം, ഇരുമ്പ് ചങ്ങല വെച്ചാൽ പൊട്ടേണ്ടല്ല. പക്ഷേ ഇരുമ്പും സ്വർണവും കൂട്ടി വന്നുകൊണ്ട് അത് പൊട്ടാൻ വളരെ എളുപ്പമാണ്. നമുക്കതിന് ശ്രമിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളതാണ്. മനുഷ്യജന്മത്തിലാണ് മോക്ഷം കിട്ടാൻ ഏറ്റവും എളുപ്പം എന്ന് പറയാണ്. ഇനി ഈ ചങ്ങലയിലെ ബന്ധം അത്ര വേഗം എളുപ്പം അല്ല, മുറിച്ചു പോകാമെന്ന് പറയാം. ബ്രഹ്മാവായി കയറുമ്പോളം കർമ്മബദ്ധന്മാരെന്നറിഞ്ഞാലും ശാക്യന്മാർ പറയണ ഒരു കഥ ഉണ്ട്. തസ്മൈ നമഃ കർമ്മണേ, ഞാൻ ആ കർമ്മത്തിനായിട്ട് നമസ്കരിക്കുന്നു എന്നാണ് ശാക്യന്മാരുടെ ഈ പുരുഷാർത്ഥക്കൂത്ത് എന്നുണ്ട്, അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് പറയേണ്ടതാണ്. തസ്മൈ നമഃ കർമ്മണേ, ആ കർമ്മത്തിനായിട്ട് നമസ്കരിക്കുന്നു. എന്താ അതിൽ പറയണത്? ബ്രഹ്മായേന കുലാലവന്യമിതോ ബ്രഹ്മണ്ഡ ഭണ്ഡോദരേ, ബ്രഹ്മാവ് ഒരു കൊശവനെ പോലെയാണ്. കൊശവൻ എന്ന് പറഞ്ഞാൽ മണ്ണുപാത്രം ഉണ്ടാക്കുന്ന ആളെ പോലെയാണ്. അതില്ലാണ്ടാക്കാൻ പറ്റില്ല, അതില്ലാണ്ടാക്കിയാൽ കൊശവൻ ഇല്ലാണ്ടാവും. അതായത് മൺപാത്രം ഉണ്ടാക്കൽ നിർത്തിയിട്ടാൽ കൊശവൻ ഇല്ലാണ്ടാവും. അതുപോലെയാണ് ബ്രഹ്മാവിൻ്റെ കഥ. സൃഷ്ടി എന്ന് പറയുന്നത് നടത്താണ്ടിരുന്നാൽ ബ്രഹ്മാവ് ഇല്ലാണ്ടാവും. അതൊരു ചാക്യാർ പറയുന്ന ഒരു കഥ ഉണ്ട്. ബ്രഹ്മാവും കൊശവനും ഒരുപോലെയാണ്. അത് പറഞ്ഞാൽ അത്ര സമ്മതിക്കാൻ പറ്റില്ല. ബ്രഹ്മാവ് എത്ര കേമനായിട്ടുള്ള ആളാണ്, ഈ മൺപാത്രം ഉണ്ടാക്കുന്ന ആൾ എത്ര നിസ്സാരമായിട്ടുള്ള ആളാണ്. രണ്ടാളും ഒരുപോലെയാണെങ്കിൽ തനിക്ക് ഒരു സമാധാനം വരണമെച്ചാൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താ വ്യത്യാസം? ബ്രഹ്മാവ് ഉണ്ടാക്കുന്നതൊക്കെ ഈ മൺപാത്രം ഉണ്ടാക്കുന്ന ആളൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ചുട്ടതിൻ്റെ ശേഷമാണ് ഉപയോഗിക്കുക. ബ്രഹ്മാവ് ഉണ്ടാക്കുന്നത് ഉപയോഗിച്ചതിൻ്റെ ശേഷമാണ് ചുടുക. അത്ര വ്യത്യാസമൊന്നും പറയാം. അപ്പോൾ ബ്രഹ്മാവിനെ സൃഷ്ടിക്കാണ്ടിരിക്കാൻ ഓർത്തില്ല. അതുപോലെ ഈ കർമ്മങ്ങൾ വിഷ്ണു എങ്ങനെയാണ് പറയാം? ദശാവതാരഗഹനേ ക്ഷിപ്രോ മഹാസങ്കടേ, ഈ കർമ്മം ആണ് ഭഗവാന് ദശാവതാരങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കണത്. അതോ മഹാസങ്കടമായിട്ടുള്ള മത്സ്യം, കൂർമ്മം, പന്നി, വരാഹം എന്ന് പറഞ്ഞ പന്നിയ, അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ എടുക്കാൻ പ്രേരിപ്പിക്കണത് ഈ കർമ്മം ആണ്. എന്നാൽ ശിവനും അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ ശിവനും അങ്ങനെയാണ്. കപാലപാണിപുടകോ ഭിക്ഷാടനം സേവതേ, ശിവ ഇങ്ങനെ എറിഞ്ഞുകൊണ്ട് നടക്കുക. ആ എറിഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ കയ്യിലൊരു പാത്രമുണ്ട്. ആ പാത്രം എന്താ വെച്ചാൽ കപാലം ആണ്. ബ്രഹ്മാവിൻ്റെ തലയോട്ടിയാണ് കപാലം. അത് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം
ഒരു ജ്യോതിസ് കണ്ടു. ബ്രഹ്മാവും വിഷ്ണുവും ഈ ജ്യോതിസ് കണ്ടിട്ട് അത് അളക്കാൻ പോയി. ബ്രഹ്മാവ് മുകളിലേക്കും പോയി, വിഷ്ണു താഴത്തേക്കും പോയി. വിഷ്ണു കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകും. ബ്രഹ്മാവ് തിരിച്ചു പോകുന്നില്ല, കുറേ കൂടി പോയി. അപ്പോൾ ഒരു ആമ്പൽപ്പൂവിനെ കണ്ടു. ആ ആമ്പൽപ്പൂവ് വരുമ്പോൾ ആമ്പൽപ്പൂവിനോട് ചോദിച്ചു, എവിടുന്നാ വരണം ചോദിച്ചു. ഞാൻ ഈ തേജസ്സിൻ്റെ തലയ്ക്കിന്ന് വരികയാണ്. ആഹാ, അതിപ്പോൾ എത്ര കാലമായി ഒന്ന് പുറപ്പെട്ടിട്ട്? 100 ബ്രഹ്മാവിൻ്റെ ആയുസ് പോയി കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് തോന്നണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ ആയുസ്, ഈ ജ്യോതിസിൻ്റെ തല കാണാൻ ബ്രഹ്മാവിന് പറ്റില്ല. അപ്പോൾ ജയിക്കണമല്ലോ. അതുകൊണ്ട് ആമ്പൽപ്പൂവിനോട് ഒരു പൊളി പറയാൻ പറഞ്ഞു. ബ്രഹ്മാവ് ഇതിൻ്റെ തല കണ്ടു എന്ന് പൊളി പറയാൻ പറഞ്ഞതാണ് കഥ. അത് തിരിച്ചു വന്ന് ബ്രഹ്മാവ് ഞാൻ ഈ ജ്യോതിസിൻ്റെ തല കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട്, ശ്രീപരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മാവിന് 5 തലയായിരുന്നു. അതിലൊരു തല നുള്ളി എടുത്തു. ആ തലയത്തെ തലയോട്ടിയാണ് ഭഗവാന്റെ കയ്യിൽ എന്നാണ് പറയണത്. അതുകൊണ്ടാണ് അത്ര ആമ്പൽപ്പൂ പൂജയ്ക്ക് എടുക്കാറുള്ളത്. ഈ പൊളി പറയുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവിന് കൂടി കർമ്മം ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ ബ്രഹ്മാവിന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഈച്ച എറുമ്പോളം, ഈച്ച എറുമ്പ് എന്നുള്ള എല്ലാ വസ്തുക്കൾക്കും ഈ കർമ്മം ബാധകമാണ്. ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതോ ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നത് ബ്രഹ്മാവിനു മേളൂതല്ല നിർണയം. ഇനി ബ്രഹ്മാവിന് എപ്പോഴെങ്കിലും ഒരു വിശ്രമം കിട്ടുമോ എന്നാന്ന് വെച്ചാൽ വിശ്രമമുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഭുവനം മുഴുവൻ ഇല്ലാണ്ടാവും. അപ്പം ബ്രഹ്മാവും ഇല്ലാണ്ടാവും. ബ്രഹ്മാവ് ഉള്ളവർത്തോളം കാലം അദ്ദേഹത്തിന് സൃഷ്ടിക്കുക എന്നുള്ളത് ചെയ്യാണ്ട് പറ്റില്ല. ഓരോരോ ഭുവനങ്ങളെ, ഓരോരോ ലോകങ്ങൾ സൃഷ്ടിക്കുക, അത് ഈ ലോകത്തിൻ്റെ പ്രളയം വരുന്നത് വരെ അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അത് വേണ്ടാന്ന് വെക്കാൻ ബ്രഹ്മാവിന് പറ്റില്ല. ഇനി ദിക്പാലന്മാരെന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വരുണൻ, വായു, സോമൻ അല്ലെങ്കിൽ വൈശ്രവണൻ, ഈശാനൻ, അങ്ങനെ 8 ആളാണ് ദിക്പാലന്മാർ. അതായത് കിഴക്ക് ദിക്കിനെ പാലിക്കുന്ന ആളാണ് ഇന്ദ്രൻ, തെക്ക് ദിക്കിനെ പാലിക്കുന്ന ആൾ യമൻ, ഇതിൻ്റെ നടുക്കിലുള്ള ആ കോണിനെ പാലിക്കുന്ന ആൾ അഗ്നി. ഇവിടെ നോക്കിയാൽ അറിയാം, ആ ബലിക്കല്ലൊക്കെ വെച്ചിട്ടുള്ളത് അതുപോലെയാവും. അവർക്ക് അവിടുന്ന് മാറിക്കാൻ പറ്റില്ല. കിഴക്കിനെ പാലിക്കുന്ന ആൾക്ക് ആണ് ഇന്ദ്രൻ. ആ കിഴക്ക് നിന്ന് മാറാൻ യാതൊരു നിവൃത്തിയില്ല. അവിടെ കെട്ടിയിട്ടിറക്കായിരിക്കില്ല. ഇന്ദ്രൻ തന്നെ ഞാൻ കുറച്ച് നേരം പടിഞ്ഞാറ് പോയി നിൽക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. എല്ലപ്പോഴും കിഴക്കന്നെ നിൽക്കണം. ദിക്പാലന്മാരൂപവണ്ണമോരോരോ ദിക്കൂതോറും തളച്ചു കിടക്കുന്നു. അവരൊക്കെ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അവർക്കത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. എങ്ങനെയാ വെച്ചാൽ അല്പകർമ്മികളായ നാമെല്ലാം വളരെ അല്പമായുള്ള കർമ്മങ്ങളെ ചെയ്തിട്ടുള്ളൂ. അവരൊക്കെ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്ത് വലിയ വലിയ സ്ഥാനം കിട്ടിയവരാണ്. നമ്മൾ അത്ര വലിയ കർമ്മങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ സ്ഥാനങ്ങളേ ഉള്ളൂ. ഗർഭപാത്രത്തിൽ കുക്കുമ്പൂറപ്പെട്ടും ജന്തുക്കൾ ഗർഭപാത്രത്തിൽ, ഓരോ ജന്തുക്കളുടെ ഗർഭപാത്രത്തിൽ കുക്കുമ്പൂറപ്പെട്ടും, ഓരോ ഗർഭപാത്രത്തിൽ ചെല്ലാം, അവിടുന്ന് പോരാ, വേറെ ഗർഭപാത്രത്തിൽ ചെല്ലാം, അവിടുന്ന് പോരാ,
അങ്ങനെ കർമ്മം കൊണ്ടു കളിക്കുന്നതിനെ, കർമ്മം കൊണ്ട് അങ്ങനെയാണ് കളിക്കുന്നത്. അപ്പം ഒരു സംശയം തോന്നാം, എങ്ങനെയാണ് ഈ കർമ്മം, ആരാ ഈ കർമ്മം ഉണ്ടാക്കുന്നത്? കർമ്മം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈശ്വരാംശമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് നമ്മൾ സങ്കല്പിച്ചതൊക്കെ നടക്കും. നമ്മൾ സങ്കല്പിച്ചതൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് കർമ്മങ്ങൾ കൂടിക്കൂടിക്കൊണ്ടേ വരും. ഓരോ ദിവസവും ഓരോ ചെറിയ ചെറിയ സങ്കല്പം ചെയ്യുമ്പോഴും ആ സങ്കല്പപ്രകാരം ജീവിതം ഇങ്ങനെ വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കും. സങ്കല്പിക്കാണ്ടിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നും അല്ലേ. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കും. അനവധി കർമ്മങ്ങൾ, ഓരോരോ കർമ്മങ്ങൾ ഇങ്ങനെ വന്നു വിടും. ആ കർമ്മത്തിനനുസരിച്ച് പുതിയ പുതിയ ശരീരം കിട്ടും. ഒരാൾക്ക് ഒന്ന് യുദ്ധം ചെയ്യണം തോന്നിയാൽ അങ്ങനെ ഒരു ശരീരം കിട്ടും. ഒരാൾക്ക് തപസ് ചെയ്യണം തോന്നിയാൽ അങ്ങനെ ഒരു ശരീരം കിട്ടും. ഒരാൾക്ക് പാടണം തോന്നിയാൽ അങ്ങനെ ഒരു ശരീരം കിട്ടും. ഒരാൾക്ക് നീന്തണം തോന്നിയാൽ അങ്ങനെ ഒരു ശരീരം കിട്ടും. അങ്ങനെ ഏത് വിധത്തിലാണോ നമ്മൾ സങ്കല്പിക്കുന്നത് അതിനനുസരിച്ച് ശരീരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ഓരോരോ ഗർഭത്തിൽ ചെന്ന് ചാടി അവിടുന്ന് പുറപ്പെട്ട് ആ കർമ്മം കഴിഞ്ഞാൽ ആ ശരീരം ഉപേക്ഷിക്കും. പിന്നെ അടുത്ത കർമ്മങ്ങൾ, സഞ്ചിത കർമ്മങ്ങൾ, അനവധി വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട്. സഞ്ചിതം, പ്രാരാബ്ധം, ആഗാമികം, അങ്ങനെ 3 കർമ്മങ്ങളുണ്ട്. സഞ്ചിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേവരെയായിട്ട് ചെയ്തു കൂട്ടിയിട്ടുള്ള അനവധി കർമ്മങ്ങൾ ഇങ്ങനെ ഡെപ്പോസിറ്റായിട്ട് കിടക്കുന്നുണ്ട്. അതിന്ന് കുറച്ചെടുത്തിട്ടാണ് ഒരു ജീവിതം കിട്ടുക. അതാണ് പ്രാരാബ്ധം. ഇനി വരാൻ പോണത് കർമ്മങ്ങൾ വേറെയും ബാക്കിയുണ്ട്. സഞ്ചിത കർമ്മങ്ങളും ആഗാമി കർമ്മങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പറയാം. പക്ഷേ ഈ പ്രാരാബ്ധം ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കുറേ കുട്ടി വെച്ചിട്ടുണ്ടാവും. അതിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കണം എന്നുള്ളൊരാഗ്രഹം, ഒരു ഗ്ലാസ് കുറച്ച് പഞ്ചാര കഴിക്കണം എന്നൊരാഗ്രഹം, കുറച്ച് ചോറ് കഴിക്കണം എന്നൊരാഗ്രഹം. ഇതൊക്കെ കൂടി ചേർന്ന് പാൽപ്പായസമായി മുമ്പിൽ വന്നാൽ കഴിക്കുകയല്ലാണ്ട് യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ഈ സഞ്ചിത കർമ്മങ്ങളിൽ നിന്ന് കുറേശ്ശെ കർമ്മങ്ങൾ എടുത്തിട്ടാണ് ഒരു പ്രാരാബ്ധ കർമ്മം ഉണ്ടാവുക. ആ പ്രാരാബ്ധ കർമ്മമാണ് ഒരു ജീവനെ ഉണ്ടാക്കി തീർക്കുക. ആ പ്രാരബ്ധം അനുഭവിക്കാൻ പാകത്തിനുള്ള ഗർഭപാത്രത്തിന് ചെന്ന് ഈ ജീവൻ പെടും. അങ്ങനെയാണെന്നാണ് ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിനെ പരിപാകവും അനുക്രമത്താലേ നരകാരിൽ വന്നു പിറന്നിട്ട് സുഹൃതം ചെയ്തു കൊണ്ടുപോയവർ സകലങ്ങളിരുന്നു സുഖിക്കുന്നു. സുഹൃതങ്ങളൊക്കെയൊടുങ്ങുമ്പോൾ പരിപാകവും എള്ളോളമില്ലവർ ദുരിതം ചെയ്തു ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. സുരലോകത്തിനൊരു ജീവൻ പോ നരലോകെ സുരനാകും. ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ
ജീവൻ പോയി ദുരിതങ്ങളോടും മനസ്സിൻ്റെ പരിപാകവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു. നരകത്തിൽ ഒരു ജീവൻ വന്ന് പെട്ടുദിക്കാം. അവിടെ പറയണത് കേൾക്കുന്നത് എണ്ണയിൽ വറക്കുക, കടലിൽ ചുട്ടെടുക്കുക, അങ്ങനെ പല പരിപാടി ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതിൽ ഇങ്ങനെ നോക്കത്തില്ല, ഇത് പാകമായോ എന്ന് നോക്കും. അങ്ങനെ പാകമായി എന്ന് തോന്നിയാൽ അപ്പം ചിലത് കരിയും, ചിലത് വേവില്ല, അങ്ങനെയൊക്കെ പല വിധത്തിൽ അവർ അനവധി ജീവന്മാരല്ലേ. അപ്പം ഈ അവിടെ പാചകക്കാർ കുറേ പാകമായോ എന്ന് നോക്കും, എന്നിട്ട് തട്ടിവിടും. ചിലതൊക്കെ പാകമായുണ്ടാവും, ചിലത് മൂത്തുണ്ടാവില്ല, ചിലത് കരിഞ്ഞുണ്ടാവും. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ഇന്നത്തെ ജന്മം കിട്ടുന്നത്. അതിൽ നല്ല പാകം ആയിട്ട് വന്നുള്ള ആൾക്കാരാണ് എന്താ ചെയ്യുക? അവിടെ ഈ നരകത്തിൽ അത്ര അവിടെ വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് ചിലതൊക്കെ പ്രവർത്തിക്കുന്നത്. അതാണ് ഈ പല ജാതി, പല മനുഷ്യർ, പല ജന്തുക്കളും ഒക്കെ ആയിട്ട് വന്ന് കിടന്നതാണ്. പക്ഷേ പാകം വന്നിട്ടുള്ള ആൾക്കാർ മനുഷ്യരായിട്ട് വരും. അതിൽ തന്നെ നല്ല പാകം ആയിട്ട്, അതായത് അവിടെ ഈ വേവും ചുടലും ഒക്കെ കഴിഞ്ഞ് മനസ്സിനൊക്കെ നല്ല പാകത വന്നിട്ടുണ്ടാവും. അങ്ങനെയല്ലേ മനുഷ്യർ ജീവിതത്തിൽ അനവധി ദുരിതങ്ങളൊക്കെ അനുഭവിച്ചാൽ ഒരു പാകത വരും. ആ പാകത വന്നിട്ടുള്ള ആൾക്കാർ അങ്ങനെ ക്രമത്തിൽ നരജാതിയിൽ വന്ന് പിറക്കും. നരജാതിയിൽ വന്ന് പിറക്കും. അപ്പോൾ ഈ വാസന എന്ന് പറഞ്ഞിട്ടൊരു ശക്തിയുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ വാസന ബാക്കി നിൽക്കുന്ന പറയാം. ഓരോ കർമ്മത്തിനും ഒരു വാസന ബാക്കിയുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം കൊടുത്താൽ നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് ആ ഭക്ഷണം കൊടുത്തു എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒരു നല്ല ആളാണെന്ന് ഒരു തോന്നൽ നമ്മളെ വന്ന് ബാധിക്കും. അത് വാസനയുടെ ബലം കൊണ്ടാണ് വരുന്നത്. ഒരാളെ ഉപദ്രവിച്ചാൽ ആ വാസനയും നമ്മൾക്ക് വന്ന് പെടും. അപ്പം ഈ വാസനയ്ക്കനുസരിച്ച് ഈ പാകം വന്ന ആൾക്കാർ ഈ വാസനയ്ക്കനുസരിച്ചിട്ടാണ് ഭൂമിയിൽ വന്ന് പെടുക. അതാണ് ഇപ്പോൾ ഒരാൾക്ക് പാട്ട് പാടുന്ന വാസന വരുന്നത് അങ്ങനെ വരുന്നതാണെന്നാണ് പറയുന്നത്. ഏതായാലും പാകം വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞാൽ ഈ വാസനയുടെ ബലം കൊണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ കുഴപ്പം ആയിത്തീരും, ചിലപ്പോൾ നല്ലതായിത്തീരും. വാസന നല്ല വാസനയാണെന്ന് വെച്ചാൽ കുറച്ച് പാപമൊക്കെ ചെയ്തിട്ടുണ്ടെച്ചാലും അവിടെ ചെന്നിട്ട് അതിൻ്റെ ശിക്ഷയൊക്കെ കിട്ടി തിരിച്ചു വന്നാൽ ഒരു പാകത വന്നിട്ടുണ്ടാവും. അങ്ങനെ പാകം വന്നിട്ടാണ് മനുഷ്യജാതിയിൽ പിറക്കണമെന്ന് വെച്ചാൽ സുകൃതം ചെയ്തു മേൽ പോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സൂക്ഷിക്കുന്നു. അതിൽ പല സുഹൃതവും ചെയ്യും. ഈ പാകത കാരണം നരകത്തിൽ കിടന്നിട്ട് പാകത വന്ന് ആ മനസ്സിനൊക്കെ ഒരു അനവധി ദുരിതമൊക്കെ അനുഭവിച്ച് ഒരു ഭാഗം വന്ന് മനുഷ്യനായി പറഞ്ഞാൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യും. ആ വാസന കാരണം അവർ സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ സ്വർഗത്തിൽ ചെന്നാലോ പരിപാകവുമിൽ എള്ളോളമില്ലവർ അവിടെ കുറേ കാലം താമസിക്കുമ്പോൾ വളരെ സുഖമാണ്. ആ സുഖം അതുകൊണ്ട് പാകത ഇല്ലാണ്ടാവും. സ്വർഗത്തിൻ്റെ ഇരുന്ന് സുഖിക്കുകയാണ്. ആ സുഖിക്കണ കാരണം ദുരിതം കൊണ്ട് പാകത വന്നു, പക്ഷേ സുഖിക്കുമ്പോൾ പാകത ഇല്ലാണ്ടാവും. അവർ താഴത്തേക്ക് ആ സുഹൃതങ്ങളൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് വന്നാൽ എന്താണ്ടാവുക?
ജാതരായി ദുരിതം ചെയ്യും. ഇവിടെ വന്നിട്ട് ദുരിതം ചെയ്യും. അവരാദ്യം നരകത്തിലേക്ക് പോവും. അവിടെ കുറച്ച് കഴിഞ്ഞാൽ പാകം വരും, ഇവിടെ വരും, സുഹൃതം ചെയ്യും, മുകളിലേക്ക് പോകും. അവിടെ സുഖമില്ല, വളരെ സുഖിക്കും. ഇവിടെ വന്നിട്ട് ദുരിതം ചെയ്യും, താഴത്തേക്ക് പോവും. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പോയിട്ടും വന്നുകൊണ്ടും ഇരിക്കുന്നതാണ് ഈ കർമ്മത്തിൻ്റെ ഗതിയാണ്. ജീവൻ ഓരോ കർമ്മം ചെയ്തത് കൊണ്ടുള്ള ഫലം ആണ്. പിന്നെയും നരകങ്ങളിൽ ചെന്ന് വീഴാണ്. സുരലോകത്തു നിന്നൊരു ജീവൻ പോയി നരലോകേ മഹീസുരനാകും. മഹീസുരൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ, വളരെ അറിവുള്ള ആളായിട്ട് ഇവിടെ വന്ന് ജനിക്കണം. ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ച്, വളരെ അറിവുള്ള ആളായിട്ട് ജനിച്ച് ദുരിതം ചെയ്യും. എന്താ ദുരിതം ചെയ്യാന്ന് വെച്ചാൽ, ഈ അറിവ് മോക്ഷത്തിനുള്ളതല്ല. എന്താ വെച്ചാൽ സുഖിച്ചിരുന്ന് ആ സുഖം നിലനിർത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ഉപദ്രവിച്ച് കിടക്കും. ആ സുഖം നിലനിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം ഉണ്ടാവുക. അതുകൊണ്ട് ബാക്കിയുള്ളവരെ ഉപദ്രവിച്ച് കിടക്കും. അങ്ങനെ ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ, ചണ്ഡമായിട്ടുള്ള കർമ്മങ്ങൾ, ചണ്ഡെന്ന് പറഞ്ഞാൽ രൂക്ഷം ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് അവൻ ചാകുമ്പോൾ, ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ ആധ്യാത്മികമായിട്ട് ഉയർച്ച ഉണ്ടെന്ന് വിചാരിക്കണ ആൾക്കാർ, മതങ്ങളുടെയൊക്കെ മേലെ ഇരിക്കുന്ന ആൾക്കാർ, അവർ ആധ്യാത്മികമായിട്ട് ഉയർച്ച ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അവർ ചെയ്യണ കാര്യങ്ങൾ ചിലപ്പോൾ ചണ്ഡകർമ്മാവും. അവർക്ക് യോജിക്കാത്ത ആൾക്കാരെ മുഴുവൻ ഇല്ലാണ്ടാക്കുക എന്നുള്ള ബോധങ്ങളൊക്കെ വന്ന് അവർ ചണ്ഡകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും. ആൾക്കാരെ ഉപദ്രവിക്കുക എന്നുള്ള കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അയാൾ പിന്നെ അതിനീച കുലത്തിൽ ജനിക്കും. അയാൾ മരിച്ച വളരെ നീചമായിട്ടുള്ള ചുറ്റുപാടുകളിൽ ജനിക്കും. ഇതിനൊരു നിയമമൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, ഒന്നും രണ്ട് എന്ന് പറയുന്ന പോലെയല്ല. ഈ കർമ്മത്തിൻ്റെ കാര്യം ഒന്നും രണ്ട് എന്ന് പറയുന്ന പോലെയല്ല. അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ കണക്കിൽ ഒരു ന്യായീകരണവും ഇല്ലാത്ത വിധത്തിലാവും വരിക. അസുരന്മാർ സുരന്മാരായിരുന്നു. അസുരന്മാരായിട്ട്, സാധാരണ നിലയ്ക്ക് അസുരന്മാരായിട്ട് ലോകം മുഴുവൻ ഉപദ്രവിച്ച് നടന്നിരുന്ന ആൾക്കാർ, അവർ ഒരു അടുത്ത ജന്മം വരുമ്പോൾ ദേവന്മാരായിട്ട് മാറും. അമരന്മാർ മരങ്ങളായിരുന്നു. അമരന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ, മരണം ഇല്ലാത്തവർ. ദേവന്മാർ മരണമില്ലാത്തവരെന്ന് പറയാം. പക്ഷേ അവരുടെ മരങ്ങളായിരുന്നു. മരം എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളായിട്ട് മാറും. അജം ചത്തു ഗജമായി പിറക്കുന്നു. അജം എന്ന് പറഞ്ഞാൽ ആട്. ആട് ചത്ത് ആനയായിട്ട്. രണ്ടും കൂടി ഒരു ബന്ധവുമില്ല. കണ്ട ഒരു നമുക്ക് ഇന്ന വിധത്തിലാവുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ. അത്ര ഒരു എന്താ പറയുക, ഒരു നിയമം അത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഗജഞ്ചത്തങ് അജവുമായിരുന്നു. ആന പോയിട്ട് പിന്നെ ആടായിട്ട് മാറും. നരി ചത്തു നരനായി പുറക്കുന്നു. നരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെയൊക്കെ നരി എന്നുള്ളതിന് പുലി എന്നാണ് ഏതാണ്ട് ഒരർത്ഥം. പക്ഷേ തിരുവിതാംകൂറിൽ നരി എന്ന് പറഞ്ഞാൽ കുറുക്കൻ എന്നാണ് അർത്ഥം. ഇത് ഏതാണ് നല്ല വിഷയമില്ല. ഏതായാലും നരി ചത്തു നരനായി പിറക്കുന്നു. നരനായിട്ട്. അപ്പം ആ സ്വഭാവം ഉണ്ടാവും മനുഷ്യന്. നരി ചത്ത് വന്നിട്ടുള്ള നരനായാൽ ആ കടിക്കലും മാന്തലൊക്കെ എങ്ങനെയായാലും ആ മനുഷ്യനുണ്ടാവും. അതെന്താ വെച്ചാൽ ആ വാസനയുടെ ഫലമാണ്. നാരികത്തുടൻ ഓരിയായി പോകുന്നു. ഓരി എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്. സഞ്ജയൻ പറയണത് പൂന്താനം സ്ത്രീകളെ വല്ലാണ്ട് അവമാനിച്ചു എന്ന് പറഞ്ഞു.
ഈ വാക്കുകൊണ്ട്. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്ത് കൃമിയായി പുറക്കുന്നു. ഈ രാജാവ് കരം വാങ്ങണം. രാജാവിന് സാധാരണ കരം വാങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൂവെന്ന് തേനെടുക്കണ പോലെ ആവണം കരം വാങ്ങണത് എന്നാണ് നിയമം. മാധൂകൈ എന്നൊക്കെയാണ് ഇത് പറയാം. അതായത് പൂവിന് ഉപദ്രവം ഉണ്ടാക്കരുത്, തേന് കിട്ടും വേണം. പൂവിൽ പോയിരുന്ന ഏതോളൊക്കെ പറിച്ച് കളഞ്ഞ് തേനെടുക്കുകയല്ല ചെയ്യുക. തേനീച്ച അതിൽ നിന്ന് ആ തേനെടുക്കുക മാത്രമേ ചെയ്യൂ. അതുപോലെ രാജാവ് കരം പിരിക്കണത് ജനങ്ങൾക്ക് ഉപദ്രവം ഇല്ലാണ്ട് വേണം എന്നാണ്. അത് ഉപദ്രവിച്ചുകൊണ്ട് ഉള്ള ആൾക്കാരുണ്ടാവും രാജാക്കന്മാർ. ജനങ്ങളെ ഉപദ്രവിക്കുന്ന രാജാക്കന്മാർ അവർ പിന്നെ ജനിച്ച കൃമിയായിട്ട് നമ്മൾ ഒരു ഇരിക്കപ്രതിയില്ലാതെ ഉള്ള കൃമി കടിക്കാതൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കൃമിയായിട്ട് ജനിക്കും. അപ്പം വാസന ഒരു പ്രധാനമാണ്. നമ്മൾ ഇപ്പം ചെയ്യണതിൻ്റെ ഒരു വാസന ബാക്കി നിൽക്കുന്നുള്ളതുകൊണ്ട് ആ വാസന അതിന് പാകത്തിലേ ചെയ്യാവൂ എന്നാണ് പുറത്തുനിന്ന് ഇതിൽ പറയണത്. ഈച്ച ചത്തൊരു പൂച്ചയായിരുന്നു. ഈച്ച ചത്ത് പൂച്ചയാവും. ഈശ്വരൻ്റെ വിലാസങ്ങൾ ഇങ്ങനെ. ഈശ്വരൻ്റെ വിലാസങ്ങൾ ഇങ്ങനെയാണ്. അത് നമുക്ക് നമ്മുടെ ബുദ്ധി വെച്ച് അളന്നാൽ അതത്ര ഒട്ടും ശരിയാവാത്ത കാര്യങ്ങളാണ്. ഒരു ആന ചത്ത് പിന്നെ ആനയാണ് ഉണ്ടാവേണ്ടത് നമ്മളെ ആലോചനയിൽ. അല്ലെങ്കിൽ ഒരു രാജാവ് മരിച്ചാൽ പിന്നെ ആ രാജാവിന് വേറൊരു രാജാവാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ അതൊന്നും ഈശ്വരൻ്റെ കണക്കിൽ അതൊന്നും ഒരു നിയമവും ഇല്ല. കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. ഇങ്ങനെ താഴത്തേക്കും മേലേക്കും ഓടുന്ന ജീവന്മാർ, മണ്ടുന്ന ജീവന്മാർ. മണ്ടാണ്, ഓടുകയാണ്. ഒരു ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടുള്ള ഓട്ടമാണ്. ഒരു പുഴ ഒഴുകുകയാണെന്ന് വയ്ക്കാം. ആ പുഴയിൽ വെള്ളം ചിലയിടത്ത് ചുഴിയുണ്ടാവും, ചില വെള്ളം താഴത്തേക്ക് പോകുന്നുണ്ടാവും, ചില മുകളിലേക്ക് വരുന്നുണ്ടാവും, ചിലത് തെറിച്ച് പോകുന്നുണ്ടാവും. അങ്ങനെ ആകെ കൂടിയൊരു ലഹളമയാണ് പുഴ. കുറച്ച് രൂക്ഷമായിട്ട് ഒഴുകണ പുഴ പോലെയാണ്. അതിലൊരു നിയമവും ഇല്ല. ഇന്ന വെള്ളത്തിൻ്റെ തുള്ളി ഇന്ന ദിക്കിൽ നിൽക്കാന്ന് യാതൊരു നിയമവുമില്ല. അതുപോലെയാണ് ജീവൻ ഇന്ന ദിക്കിൽ നിൽക്കാന്ന് ഒരു നിയമവുമില്ല. അങ്ങനെ ഓടുന്ന ജീവന്മാർ ഭൂമിയിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. ഭൂമിയിൽ നിന്നാണ് കർമ്മങ്ങൾ നേടുന്നത്. അതായത് ഇവിടെ വന്ന് ജനിച്ചിട്ടുള്ള ആൾക്കാരാണ് കർമ്മങ്ങൾ നേടുന്നത്. അത് സീമയില്ലാതോളം പല കർമ്മങ്ങൾ. സീമയില്ലാത്തോളം കർമ്മങ്ങളാണ്. ഒരു കണക്കില്ലാണ്ടാണ് കർമ്മങ്ങൾ നടക്കുന്നത്. ഒരു ദിവസം പിറന്നാൽ തന്നെ, ഒരു ദിവസം ഉദിച്ചാൽ തന്നെ അന്ന് അസ്തമയത്തിൻ്റെ മുമ്പ് എത്ര കർമ്മങ്ങളാണ് സമ്പാദിച്ചു വെക്കണമെന്ന് യാതൊരു കണക്കുമില്ല. അത്ര കർമ്മങ്ങൾ നേടും. എത്ര സങ്കല്പങ്ങളാണ് ഒരു ദിവസം ഉള്ളിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ പോകാതെ ഒരു കണക്കുമില്ല. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജപിക്കണം എന്നൊക്കെ പറയണത്. ഈ സങ്കല്പങ്ങളാണ് കർമ്മങ്ങളായിട്ട് മാറുന്നത്. ആ സങ്കല്പം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വര വിചാരം വേണം എന്നൊക്കെ പറയണത്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. പക്ഷേ നമ്മളങ്ങനെയല്ല ചെയ്യുക. ഓരോ കർമ്മങ്ങൾ, ഇന്ന് ലോട്ടറി മേടിക്കണം, നാളെ 10,000 കിട്ടും, അതുകൊണ്ട് ഇന്നത് ചെയ്യണം, അവിടുന്ന് അങ്ങോട്ട് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ എന്താ ആരാ വിചാരിക്കണത്? ഈശ്വരാംശമായിട്ടുള്ള നമ്മളാണ് വിചാരിക്കണം. ഈ ഈശ്വരാംശമായിട്ടുള്ള നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ സംഭവിക്കാണ്ടിരിക്കാൻ യാതൊരു നിർത്തിയില്ല. അപ്പം അതുകൊണ്ട് ഭൂമിയിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ ജീവന്മാർ. അങ്ങനെ ചെയ്തു നേടി മരിച്ചുടൻ
അന്യലോകങ്ങളോരോന്നിലോരോന്ന്. ഇവിടുന്ന് ജനിച്ച് സമ്പാദിക്കുന്ന കർമ്മങ്ങൾ, പുണ്യകർമ്മം ചെയ്താൽ അത് സ്വർഗാദി ലോകങ്ങളിലും, പാപകർമ്മങ്ങൾ ചെയ്താൽ അത് നരകാദി ലോകങ്ങളിലും ചെന്ന് അനുഭവിക്കാണ്ട് യാതൊരു നിവൃത്തിയില്ല. അന്യലോകങ്ങളിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു, അത് കഴിക്കും. തങ്ങൾ ചെയ്തൊരു കർമ്മങ്ങൾ തൻ ഫലം, തങ്ങൾ ഓരോ വിധത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മഫലം സ്വർഗത്തിലും നരകത്തിലൊക്കെ ചെന്ന് ഭുജിക്കുന്നു, അതായത് അനുഭവിക്കുന്നു. ഒടുങ്ങിയിടും അത് ഒട്ടുനാൾ ചെല്ലുമ്പോൾ, കുറേ ദിവസം കഴിഞ്ഞാൽ നമ്മൾ സമ്പാദിച്ചിട്ടുള്ള കർമ്മങ്ങൾ, ഇപ്പോൾ പുണ്യകർമ്മമാണെങ്കിൽ ആ പുണ്യകർമ്മം സ്വർഗത്തിൽ ചെന്നിരുന്ന് അനുഭവിച്ച് തീർത്താൽ ഉടനെ വന്നു നേടുന്നു. പിന്നെയും താഴത്ത് വന്നിട്ട് ആദ്യം കർമ്മം ചെയ്തിട്ട് കർമ്മം സമ്പാദിക്കുകയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോകുന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ട് വിറ്റൂടെന്നു പറയും കണക്കിന്. നമ്മൾ സമ്പാദിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കൊക്കെ സാധാരണ അനുഭവമുള്ള കാര്യമാണ് എവിടേക്കെങ്കിലും യാത്ര പോവാം. ആ യാത്ര പോകുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ കുറച്ച് കാശെടുക്കും. ആ കാശും കൊണ്ട് എവിടെ പോയി നമുക്ക് വേണ്ടതൊക്കെ ചെയ്യും. പല ഭക്ഷണം കഴിക്കണച്ചാൽ ഭക്ഷണം കഴിക്കും, വാങ്ങേണ്ട സാധനങ്ങൾ വാങ്ങും. ഇതൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു പോരും. ഇവിടെ വന്നാലോ, ഇപ്പോൾ ഒരാൾ ജോലിയുള്ള ആളാണെച്ചാൽ ജോലി ഇന്ന് ലീവ് എടുത്ത് വേറെ എവിടെയെങ്കിലും പോകും. അവിടെ പോയി കുറേ കാശൊക്കെ ചിലവാക്കി തിരിച്ചു പോരും. ഇവിടെ വന്നാൽ ജോലി എടുത്തിട്ട് ആദ്യം കാശ് സമ്പാദിക്കുക, അത് ചിലവാക്കാൻ വേണ്ടി വേറെ എവിടേക്കെങ്കിലും പോകും. ഇതാണ് നമ്മുടെ സമ്പ്രദായം. ഇതുപോലെ കർമ്മങ്ങൾ, നമ്മൾ ഇവിടെ വന്നിട്ട് കർമ്മങ്ങൾ ധാരാളം നേടിയിട്ട് അതും കൊണ്ട് പുറത്തേക്ക് പോയാൽ എവിടെയാ അവിടെ ചെന്നിരുന്ന് ആ കർമ്മമൊക്കെ അനുഭവിക്കുക. അത് കഴിഞ്ഞാൽ തിരിച്ചു പോരായി ഇവിടെ വന്നിട്ട് ആദ്യം കർമ്മം നേടാം. അതിന് പറയുക വിറ്റൂണ എന്നാണ് പറയുക. വിറ്റ് ഉണ്ണം, അതായത് നമ്മളുടെ കുടുംബത്തിലുള്ള സ്വത്ത്, പണ്ടൊക്കെ ആണെങ്കിൽ കുടുംബത്തിലുള്ള സ്വത്ത് വിറ്റിട്ട് വേണം ഇങ്ങനെ യാത്ര പോയിട്ട് അനുഭവങ്ങൾ സമ്പാദിച്ചു വരിക. ആ വിറ്റൂടെന്ന് കണക്കുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യണത്. നമ്മൾ ഓരോരോ കർമ്മങ്ങൾ ഇവിടെ ചെയ്യും. ആ കർമ്മം അനുഭവിക്കാൻ വേണ്ടി വേറെ വീട്ടിൽ പോകും, അത് തിരിച്ചു വരും, ഇവിടെ ആദ്യം വാങ്ങും, അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. അതിന് ഈ കർമ്മം ചെയ്യാനുള്ള സ്ഥലം ഭൂമിയാണ് എന്നാണ് ഇത് പറഞ്ഞത്. നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കർമ്മങ്ങൾക്കു ഭൂമിയാകിയ ജന്മദേശമീ ഭൂമിയാഴിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ഭക്തന്മാർക്കും ജനങ്ങൾക്കും സക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിരുന്നതൊക്കെ കൊടുത്തിരും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ വിശ്വനാഥന്റെ മുലപ്രകൃതിതാൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയാൽ അവനിതല പാലനത്തിനോ അവദാനങ്ങളും പലതോക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചു ഭൂലോകം 14 ഉത്തമമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും
ചൊല്ലുന്നു ലവണാംബോധി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപൊരു യോജന ലക്ഷവും സപ്തദ്വീപുകളുണ്ടതിലെത്രയും ഉത്തമമെന്നു വാഴ്ത്തുന്നു പിന്നെയും ഭൂവർണ്ണത്തിനു കണ്ണികയായിട്ട് ഭൂമരിലല്ലോ നിൽക്കുന്നു ഇതിലൊമ്പതു ഖണ്ഡങ്ങളുണ്ടല്ലോ അതിലുത്തമം ഭാരതഭൂതം സമ്മതരായ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു കർമ്മബീജമതിന്നു മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർക്കും കർമ്മബീജം വരട്ടി കളഞ്ഞുവൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ കണ്ടറിഞ്ഞുള്ള ആയിരന്നു അത്ര മുഖ്യമായൊരു ഭാരതം പ്രദേശമെല്ലാരും ഓർക്കണം ഇത്ര മുഖ്യമായുള്ളൊരു ഭാരതം ഈ പ്രദേശമെല്ലാരും ഓർക്കണോ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശമി ഭൂമി. കർമ്മങ്ങൾക്ക് വിളഭൂമിയാണ്. കർമ്മങ്ങൾ മുളപ്പിച്ചെടുക്കേണ്ടതൊക്കെ ഈ ഭൂമിയിലാണ്. മുളപ്പിച്ച് കായ്ച്ച് ഫലം ഉണ്ടാക്കി തരുന്നത് ഭൂമിയിലാണ്. ബാക്കിയുള്ള ഭാഗത്തൊന്നും അത് പറ്റില്ല എന്നാണ് പറയണത്. ഇപ്പം ചന്ദ്രൻ, ചൊവ്വ മുതലായിട്ടുള്ള ഗ്രഹങ്ങളിലൊന്നും ജീവന് ജനിച്ച് തൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയിൽ മാത്രമേ കർമ്മങ്ങൾ ചെയ്ത് ജീവന് കർമ്മങ്ങൾ ചെയ്ത് മോക്ഷം നേടാൻ പറ്റുള്ളൂ. ഈ കർമ്മനാശം വരുത്തേണമെങ്കിലും ഇവിടെ തന്നെ വരണം. കർമ്മം ചെയ്ത് വേറെ ദിക്കിൽ പോയിട്ട് സുഖിച്ച് ആദ്യം ഇവിടെ വന്ന് കർമ്മം ചെയ്ത് വേറെ ദിക്കിൽ പോയി അങ്ങനെ ഇവിടെ വന്നിട്ടാണ് കർമ്മം ചെയ്യണത് വെച്ചാൽ ഇവിടുന്ന് നമുക്ക് കർമ്മം ചെയ്യാണ്ടിരിക്കാനുള്ള അധികാരം കൂടി ഉണ്ട്. ചെയ്യാനുള്ള അധികാരം ഉണ്ട് വെച്ചാൽ ചെയ്യാതിരിക്കാനുള്ള അധികാരങ്ങളുണ്ട്. ഇപ്പം പുണ്യം ചെയ്യാൻ അധികാരം ഉണ്ട് വെച്ചാൽ പുണ്യം ചെയ്യാതിരിക്കാനുള്ള അധികാരമുണ്ട്. പാപം ചെയ്യാൻ അധികാരം ഉണ്ട് വെച്ചാൽ പാപം ചെയ്യാതിരിക്കാനുള്ള അധികാരവും വന്നുവിടും. അപ്പോൾ കർമ്മങ്ങൾ ഇല്ലാണ്ടാക്കണം വെച്ചാൽ ഇവിടെ തന്നെ പറ്റുള്ളൂ. പുണ്യകർമ്മം ചെയ്താൽ വേറൊരു ദിക്കിൽ പോയി സുഖിക്കാമെന്ന് വെക്കാം. പക്ഷെ അവിടെ കർമ്മമൊന്നും ചെയ്യാല്ല. ആ സുഖം അനുഭവിച്ച് തീർക്കുക മാത്രമേ. കർമ്മം ചെയ്യണമെച്ചാൽ ഭൂമിയിൽ തന്നെ വരണം. കർമ്മനാശം വരുത്തേണമെങ്കിലും ആ കർമ്മത്തിന് കർമ്മങ്ങൾ ഇല്ലാണ്ടാക്കണം എന്ന് വെച്ചാലും ഇവിടെ തന്നെ പറ്റുള്ളൂ. വേറെ ചെന്നേ മറ്റെങ്ങും വേറൊരു ദിക്കിലും സാധിക്കില്ല. എന്താ വെച്ചാൽ ജീവന് ഇവിടെ വന്നിട്ട് വേണം അത് സാധിക്കാൻ നിവൃത്തിയുള്ളൂ. ജീവനാണ് ഇവിടെയാണ് ജീവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ ചെയ്യാനുള്ളതിനുള്ള സൗകര്യം ഉണ്ടോയെന്നാണ്. ഇപ്പോൾ കർമ്മം ചെയ്തിട്ട് പുണ്യം നേടാം എന്നുള്ള ഒരു സൗകര്യം ഈ ഭൂമിയിലുണ്ടോ എന്ന് നോക്കണം. അതല്ലാച്ച പാപം ചെയ്തിട്ട് ദുരിതം നേടാൻ ഉള്ള കർമ്മം അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. സ്വർഗത്തിൽ പറ്റില്ല, ഭൂമിയിൽ പറ്റും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അതിനുള്ള സൗകര്യം ഉണ്ടോ നോക്കണ്ടേ.
ഭൂമിയിൽ അങ്ങനെ കർമ്മം ചെയ്യാൻ സൗകര്യമുണ്ടോ എന്നാന്ന് വെച്ചാൽ ഭക്തന്മാർക്കും മുമുക്ഷുജനങ്ങൾക്കും സക്തരായ വിഷയീജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ. ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യവും ഭൂമി മാതാവ് ചെയ്തു തന്നുണ്ട്. ആർക്കൊക്കെയാ? ഭക്തന്മാർക്ക് അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നുണ്ട്. ഭക്തി കൊണ്ട് മോക്ഷം കിട്ടാൻ, കർമ്മങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്തന്മാർക്ക് ശ്രവണം മനനം കീർത്തനം അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഭൂമിയിൽ യോഗ്യന്മാരായിട്ടുള്ള അനവധി ആൾക്കാരുണ്ട്. അവർ പലതും പറയും, അത് നമുക്ക് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവും. കേട്ടത് ആലോചിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാത്തിനുള്ള സൗകര്യവും ഭക്തന്മാർക്ക് എല്ലാ സൗകര്യവും ഈ ഭൂമിയിൽ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കുക മാത്രമേ വേണ്ടൂ. ഇനി മുമുക്ഷു ജനങ്ങൾ, മോക്ഷം മാത്രം ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാർ, അവർ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ, അവർക്കും എന്ത് കിട്ടണോ അത് മുഴുവൻ ഭൂമിയിലുണ്ട്. ജ്ഞാനത്തിന് ഉപദേശിക്കാൻ ആളുണ്ട്. ആ നിവൃത്തി മാർഗത്തിന് എന്തൊക്കെ വേണോ, ഭിക്ഷാടനം മുതലായിട്ടുള്ള എല്ലാ സൗകര്യത്തിനും ഭൂമി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഭക്തന്മാർക്കും മുമുക്ഷുക്കൾക്കും മാത്രമാണോ ഇവിടെ ഇതുള്ളൂ എന്നാണ് ഒരു സംശയം വരും. അങ്ങനെയല്ല, വിഷയീജനങ്ങൾക്കും വിഷയം നോക്കി നടക്കുന്ന ആൾക്കാർക്കും ഈ എല്ലാ കാര്യങ്ങളും ഭൂമി നൽകുന്നുണ്ട്. ഭക്ഷണം തരുന്നുണ്ട്, സുഖസൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, എന്ത് വേണമെച്ചാലും ഉണ്ടോ. ആരാണോ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ ഈ ഭൂമി കൊടുക്കുന്നുണ്ട്. വിശ്വമാതാവ്, എല്ലാവരുടെയും മാതാവായിട്ടുള്ള ഈ ഭൂമി എല്ലാവർക്കും ഈ എല്ലാ സുഖസൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ശിവ ശിവ. അത് അത്ഭുതം എന്നേ പറയാറുള്ളൂ. അതെന്താ അതിന് കാരണം എന്ന് വെച്ചാൽ വിശ്വനാഥൻ്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. വിശ്വനാഥൻ്റെ മൂലപ്രകൃതിയാണ് ഈ ഭൂമിയായിട്ട് വിളങ്ങുന്നത്. അപ്പം വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ എല്ലാം സാധിപ്പിച്ചു തരുന്ന ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള ആളുണ്ട്. എന്താണ്, ഗ്രഹനായികയാണ് ഭൂമി. ആ ഭൂമി വിശ്വനായികയായിട്ടുള്ള ആ ഭൂമിയുടെ രൂപത്തിലാണ് ആ വിശ്വനായിക ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഭഗവാന്റെ പല അവതാരങ്ങളും ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയിൽ തന്നെയാണ് ഭഗവാൻ പല അവതാരം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്താ പറയുക, മത്സ്യവും കൂർമ്മം അവിടെ നിൽക്കട്ടെ, കൂർമ്മം ഭൂമിയെ അത് മേരുപർവ്വതത്തിനെ പൊക്കാനാണെന്ന് പറയാം. പക്ഷെ വരാഹം മുതലുള്ള എല്ലാ അവതാരങ്ങളും ഭൂമിയെ രക്ഷിക്കാനും ഭൂമിയിലത്തെ ധർമ്മം രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് വളരെ പരിഭാവനായിട്ടുള്ളതാണ് ഈ ഭൂമി. ആ ഭൂമിയിലാണ് നമ്മൾ വന്ന് ജനിച്ചിട്ടുള്ളത്. നമുക്ക് ഭക്തിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഭൂമി തരുന്നുണ്ട്. മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഭൂമി തരുന്നുണ്ട്. എന്ന് വെച്ചിട്ട് നമ്മളെ മാത്രമല്ല അല്ലാത്ത ആൾക്കാരെയും പരിഗണിക്കേണ്ട, എല്ലാവരെയും പരിഗണിച്ചിട്ടുള്ള ഈ ഭൂമിയിൽ അത്ര പുണ്യം, അത്ര യോഗ്യത ഉള്ള ഈ ഭൂമിയിൽ വന്ന് പിറക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ 14 ലോകങ്ങളും
സ്വർഗം, ഭൂർലോകം, ഭൂർലോകം നമ്മുടെ ഭൂർലോകം, പിന്നെ ഭൂലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, അങ്ങനെ ആറെണ്ണം. ഭൂമി അടക്കം 7 ഊർധ്വലോകങ്ങൾ. അതലം, വിതലം, സുതലം, നിതലം, മഹാതലം, രഥാതലം, പാതാളം, അങ്ങനെ 7 അധോലോകങ്ങളുണ്ട്. ഈ ലോകങ്ങളിലൊക്കെ വെച്ചിട്ട് ഉത്തമം ഭൂർലോകമാണ് എന്ന് കാണാം. എന്താ കാരണം വെച്ചാൽ അവിടെ മോക്ഷം കിട്ടാൻ എല്ലാ സൗകര്യങ്ങളും ഭഗവാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ 14ലും വെച്ചിട്ട് ഈ 14 ലോകങ്ങളിലും വെച്ചിട്ടുള്ള ഉത്തമമായിട്ടുള്ളത് ഭൂർലോകമാണ്. അത് ആരാ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ വേദവാദികളായ മുനികളും. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്. ജ്ഞാനം ഉപദേശിച്ചിട്ടുള്ള മഹർഷിമാരെ എല്ലാവരും പറയണു ഭൂർലോകമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ബ്രഹ്മാദി സ്വർഗാദി ലോകങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സുഖം അനുഭവിക്കാം, നമ്മൾ ഇവിടെ ചെയ്തതിൻ്റെ കർമ്മം അനുഭവിക്കാം എന്നല്ലാണ്ട് അതിൻ്റെ വിളനിലം ഇവിടെ തന്നെയാണ്. ഇവിടെ വെച്ചിട്ട് വേണം ആ കർമ്മങ്ങളെല്ലാം സമ്പാദിക്കാൻ. വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. വേദത്തിലും അങ്ങനെ തന്നെയാണ് പറയണത്. ലവണാംബുധി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപൊരു യോജനലക്ഷവും. ജംബൂദ്വീപം എന്ന് പറഞ്ഞിട്ട് ഒരു ദ്വീപം. ആ ദ്വീപത്തിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ ലവണാംബുധി. ലവണം എന്ന് പറഞ്ഞാൽ ഉപ്പ് നിറഞ്ഞിട്ടുള്ള കടല്, ഉപ്പ് വെള്ളം നിറഞ്ഞിട്ടുള്ള കടല് ആണ്. ആ കടലിൻ്റെ ഉള്ളിലാണ് ഈ ജംബൂദ്വീപ് എന്നുള്ളത്. അപ്പോൾ ഓരോരോ ദ്വീപിൻ്റെ ചുറ്റും ഇന്ന കടലാണെന്നൊക്കെ നാരായണീയത്തിലൊക്കെ പറയുന്നുണ്ട്, ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. അതിൽ ജംബൂദ്വീപ് ഉപ്പുവെള്ളത്തിൻ്റെ ഉള്ളിലുള്ള കടലാണ്, കടലിൻ്റെ ഉള്ളിലുള്ള ദ്വീപാണ്. അതിൽ 7 ദ്വീപുകൾ, അതിൽ 7 ദ്വീപുകളുണ്ട്. ഉപദ്വീപുകളോ എന്താണോ പറയാം. അങ്ങനെ 7 ദ്വീപുകളുണ്ട്. രമണകം എന്നൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ 7 ദ്വീപുകളുണ്ട്. അതിൻ്റെ കർണികയായിട്ടാണ് ആ 7 ദ്വീപുകളും ഉത്തമമാണെന്ന് പറയുന്നത്. അതിൽ നടുക്കാണ് മേരുപർവ്വതം എന്നൊരു പർവ്വതം ഉള്ളത്. ഇതൊക്കെ സാങ്കല്പികം ആണെന്നാണ് പറയേണ്ടി വരിക. എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്കുകളൊക്കെ പല കണക്കുകളും ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉള്ള സ്ഥലങ്ങളാണോ അതോ ഈ ആധ്യാത്മികമായിട്ടുള്ള സ്ഥലങ്ങളാണോ അല്ലേന്ന് തിരിച്ചറിയാൻ അത്ര എളുപ്പം അല്ല. മേരുപർവ്വതത്തിലാണ് ബ്രഹ്മാവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ ഈ ദ്വീപുകളൊക്കെ ഒരു ബോധത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും മുഴുവൻ അത്ര ശരിയായിക്കൊള്ളണമെന്നില്ലാന്ന് ഭാഗവതത്തിൽ തന്നെ ചെറിയ സൂചന ഉണ്ട്. ആ കർണികയിൽ ഒരു മേരുപർവ്വതമുണ്ട്. ആ മേരുപർവ്വതത്തിൽ ഒരു ഭാരതഖണ്ഡം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഭാരതം എന്ന് പറഞ്ഞിട്ടൊരു പ്രദേശം. ആ പ്രദേശത്തിൽ തന്നെ ഭാരതവർഷം, അതിൽ തന്നെ ഒരു ഖണ്ഡമുണ്ട്, ഭാരതഖണ്ഡം. ആ ഖണ്ഡം ആണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എന്ന് വിചാരിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ വശമല്ല. അതായത് ഈ കർമ്മം
ചെയ്യാൻ ഭൂമിയിലേ പറ്റുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു. അതിൽ ഉത്തമമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഭാരതത്തിന് മാത്രമാണെന്നാണ് പറയണത്. അത് ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിൽ വളർന്നുള്ള ഒരു സംസ്കാരം അതുകൊണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ആ സംസ്കാരം ഉള്ളിടത്തൊക്കെ ഭാരതം തന്നെ ആവും തന്നെയാണോ നമ്മൾ വിചാരിക്കേണ്ടത്. അതിന് മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു. മഹാമഹർഷിമാര് ഈ ഭാരതഖണ്ഡത്തിന് കർമ്മക്ഷേത്രം എന്നാണ് പറയുന്നത്. കർമ്മങ്ങൾ നടത്തേണ്ട ക്ഷേത്രമാണ് ഭാരതം എന്ന് പറയുന്നു. കർമ്മബീജമിരുന്നു മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർക്കും ഈ ഭാരതത്തിൽ നിന്ന് വേണം കർമ്മങ്ങൾ ഉണ്ടായി വരാൻ. ഈ കർമ്മങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ലോകത്ത് താമസിക്കുന്നവർക്കും കൂടി അതിൻ്റെ ആധാരം ആയിട്ടുള്ളത്. ആ കർമ്മം അവർക്കുള്ള കർമ്മം കൂടിയും ഈ ഭൂമിയിൽ നിന്ന്, അതായത് ഭാരതത്തിൽ നിന്ന് മുളച്ചിട്ട് വേണം. കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും. കർമ്മബീജം, ഈ വിത്ത് നമ്മൾ മുളപ്പിക്കണം വെച്ചാൽ അത് നനച്ച് മുളപ്പിച്ച് അതിന് ഫലം ഉണ്ടാവണമല്ലോ. എന്നാൽ ഈ വിത്ത് വരട്ടുക എന്ന് പറഞ്ഞാൽ വിത്ത് ചൂടാക്കി വറുത്തെടുക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ അത് മുളക്കില്ല. അത് മുളപ്പിക്കാണ്ടിരിക്കണച്ചാലും ഭൂമിയിൽ നിന്ന് തന്നെ പറ്റുള്ളൂ. കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ അത് വറുത്ത് ജന്മനാശം വരുത്തേണമെങ്കിലും ജന്മം ഇല്ലാണ്ടാക്കണം. അതായത് കർമ്മങ്ങൾ എത്രത്തോളം നിലകാലം നിലനിൽക്കണോ അത്രത്തോളം കാലം ജന്മം ഉണ്ടാവും. അപ്പം ആ ജന്മം ഇല്ലാണ്ടാവണമെന്ന് വെച്ചാൽ കർമ്മങ്ങൾ ഇല്ലാണ്ടാവണം. ഇത് ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങും എഴുതല്ല നിർണയം. ഇത് ഭാരതഭൂമിയിലല്ലാണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഇത് ചെയ്യാൻ വിഷമമാണ് എന്നാണ് ഭൂതാനം പറയണത്. അത്ര മുഖ്യമായുള്ളൊരു ഭാരതം ഈ പ്രദേശമെന്ന് എല്ലാവരും ഓർക്കണം. അത്ര യോഗ്യത ഉള്ളതാണ് ഈ ഭാരതം എന്ന് എല്ലാവരും ഓർക്കണം. കൃഷ്ണ കൃഷ്ണ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നല്ലോ കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമിന്നിയേ മറ്റില്ലേതുമേ യത്നമറിഞ്ഞാലും അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13 ജനങ്ങളും മറ്റു ദ്വീപുകളാറിലുമുള്ളവരും മറ്റു ഖണ്ഡങ്ങളെത്തിലുമുള്ളവരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായികയാൽ കലികാലത്തെ ഭാരത കണ്ടെത്തി കലിസാഗരം കണ്ടെത്തി കലിസാഗരം കൈവണങ്ങിയിരുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നൊരു മനുഷ്യർക്കും കളിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോ എന്നതെന്തിനു നാം പറഞ്ഞിരുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന
കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി യുഗം നാലേരും നല്ലോ കലിയുഗം. 4 യുഗങ്ങളാണുള്ളത്. കൃതം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിൽ ഏറ്റവും നല്ലത് കലിയുഗം ആണ് എന്ന് മഹർഷിമാരൊക്കെ പറയുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ കൃതയുഗത്തിൽ തപസ് ചെയ്യണം മോക്ഷത്തിന്. അനവധി ബുദ്ധിമുട്ടി തപസ് ചെയ്തിട്ട് മനസ്സിനെ അടക്കി അങ്ങനെ വേണം. ദ്വാപരയുഗത്തിൽ ആണെച്ചാൽ യജ്ഞാദികൾ ചെയ്തിട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ട് അങ്ങനെ വേണം മോക്ഷത്തിനുള്ള വഴി നേടാൻ. ത്രേതായുഗത്തിൽ, ദ്വാപരയുഗത്തിലാച്ചാൽ പൂജ മുതലായതുകൊണ്ടാണ്. എന്നാൽ കലിയുഗത്തിൽ നാമം ജപം കൊണ്ട് മാത്രം മോക്ഷം കിട്ടും. നാമം ജപം കൊണ്ട് മാത്രം മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അനവധി നമ്മൾ പലരും നാമം ജപിച്ചിട്ടുണ്ട്, മോക്ഷം കിട്ടിയിട്ടില്ലല്ലോ എന്നാണ് നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയേണ്ട കാര്യമാണ്. പക്ഷേ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നാവിൻ്റെ മുകളിൽ നാമം വെച്ചാൽ അത് പതുക്കെ 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 പതുക്കെയാണ് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ച് കർമ്മങ്ങളൊക്കെ അത് ശാന്തം ആക്കി തീർക്കും. നാമത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് ജീവിതത്തിന് നിൽക്കുക. ആ നാമത്തിന് നമ്മൾ കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടേ വരും. ഒരു രാമാന്ന് ജപിക്കാൻ തീരുമാനിച്ചു വെച്ചാൽ രാമാന്ന് ജപിച്ച് കുറച്ച് കഴിഞ്ഞാൽ രാമാന്ന് ജപിക്കാൻ പിന്നെയും ഒരാഗ്രഹം വരും. അപ്പം എന്താ ഉണ്ടാവുക? ആ രാമാന്ന് ജപിക്കണേന് എതിരായിട്ട് നിൽക്കുന്ന കാര്യങ്ങളോട് ചെറിയ വിരക്തി വന്നിടക്കും. രാമനാമത്തിനോട് അല്ലെങ്കിൽ ഏത് നാമാച്ചാൽ ആ നാമത്തിനോട് ഒരു ശക്തി വന്നിട്ട് ബാക്കിയുള്ളവർക്ക് വിരക്തി വരും. അങ്ങനെ ക്രമത്തിൽ മോക്ഷം കിട്ടും. മറ്റത് ഇപ്പം നമ്മൾ തപസ് ചെയ്യാൻ വിചാരിക്കുകയാണെന്നിരിക്കാം. തപസ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ തപസ്സിലേക്ക് എത്താറാവാൻ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. തപസ് ആദ്യം തന്നെയാണ് തപസ് തുടങ്ങാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ യജ്ഞം തുടങ്ങാൻ ആദ്യം തന്നെയാണ് യജ്ഞം തുടങ്ങാൻ അത്ര ബുദ്ധിമുട്ടാണ്, എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പൂജ മുതലായിട്ടുള്ളത് മനസ്സിരുത്തി ചെയ്യേണ്ടതും അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ നാമം ജപിക്കാമെന്ന് തുടങ്ങുന്നത് വളരെ എളുപ്പം ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നാമം ജപിച്ചാൽ അത് നമ്മളുടെ വാസനയ്ക്കനുസരിച്ച് അത് പൂജയ്ക്കോ അല്ലെങ്കിൽ യജ്ഞത്തിനോ തപസ്സിനോ യജ്ഞിക്കാണെച്ചാൽ അത് നയിച്ചു കൊണ്ടുപോകും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെ നാമത്തിന് നേരിട്ട് മോക്ഷത്തിലേക്ക് എത്തിക്കാനും കഴിയും. എന്താണെന്ന് വെച്ചാൽ നാമം ആണ് മുഴുവൻ എന്ന് നമുക്ക് ബോധ്യം വരും. ആ നാമത്തിന് നമ്മളിൽ വലിയ സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് തന്നെ ബോധ്യം വരും. ഇപ്പം എല്ലാ ദിവസവും നാമം ജപിക്കുകയാണെന്ന് നിൽക്കാം, അത് നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി നമുക്ക് ബോധ്യം വരും. എനിക്ക് ഒരു ഏട്ടനുണ്ടായിരുന്നു. ആ ഏട്ടന് എന്നും വലിയ വിഷമങ്ങളായി. അപ്പം ഏട്ടൻ നാമം ജപിച്ചു തുടങ്ങി. അങ്ങനെ നാമം ജപിച്ചു തുടങ്ങിയപ്പോൾ ഈ ബാക്കിയുള്ള എന്താ പറയുക ഉപദ്രവങ്ങൾ തന്നെ കുറഞ്ഞു വരും. എന്താ വെച്ചാൽ നാമത്തിനോട് ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് വരാം. ആ അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ അത് ബാക്കിയുള്ള അറ്റാച്ച്മെൻറ്റുകളൊക്കെ ഇല്ലാണ്ടാക്കി തരും. അതാണ് നാമത്തിൻ്റെ ഗുണം. അപ്പം നാമം ശീലിച്ചാൽ അത് പുണ്യകർമ്മങ്ങളിലേക്കോ അല്ലെങ്കിൽ മോക്ഷത്തിലേക്കോ എത്തിച്ചേർക്കും.
അപ്പം തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യത്നമറിഞ്ഞാൽ. അപ്പം നാമം ജപിച്ചാൽ മതി. നാമം ജപിച്ചാൽ നമ്മളെ അത് നേരെ വഴിക്ക് കൊണ്ടുപോയിട്ട് അവിടെ എത്തിക്കും. നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ മതി. യാതൊരു സംശയവും വിചാരിക്കേണ്ട. അത് വേണ്ട വിധത്തിൽ നമ്മൾക്ക് ഏതാണോ വഴി, ആ വഴി അത് തെളിയിച്ച് തന്ന് അത് കൂടെ കൊണ്ടുപോയി ലക്ഷ്യത്തിലെത്തിക്കും. അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ പതിമൂന്നിലുമുള്ള ജനങ്ങളും. ഇപ്പം ഈ ഭൂമിയിലാണ് കർമ്മം ഇല്ലാണ്ടാക്കാൻ നല്ലത്. അവിടെ നാമം ജപിക്കുക മാത്രമേ വേണ്ടൂ. അങ്ങനെ നാമം ജപിച്ചാൽ ആ കർമ്മങ്ങൾ തീരെ ഇല്ലാണ്ടാക്കുന്നതിലേക്ക് ആ നാമം നയിക്കും എന്നുള്ളത് ചിന്തിച്ച് ബാക്കിയുള്ള ലോകങ്ങളിൽ ഭൂർലോകം, സുർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, അതുപോലെ അതലം, വിതലം, സുതലം, നിതലം, മഹാതലം, രസാതലം, പാതാളം, ഈ പ്രദേശത്തൊക്കെയുള്ള ആളുകൾ ഇതിന് ഈ ഭൂമിയിൽ ഇങ്ങനൊരു സൗകര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ ബഹുമാനിക്കണം ഭൂമിയെ. എന്ന് മാത്രമല്ല, മറ്റ് ഭൂമിയിൽ തന്നെ 7 ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളിൽ ഉള്ളവരും ഈ ജംബൂ ദ്വീപത്തിനെ വളരെയധികം ബഹുമാനിക്കണം. ആ ജംബൂ ദ്വീപത്തിൽ തന്നെ വരുഷങ്ങളുണ്ട്. ആ വരുഷങ്ങളിൽ ഏറ്റവും ഭാരതവർഷണത്തിന് യോഗ്യം എന്ന് കരുതുന്നു. ആ ഭാരതവർഷത്തിൽ തന്നെ 9 ഖണ്ഡങ്ങളുണ്ട്. ആ 9 ഖണ്ഡത്തിൽ ഭാരതം ആണ് കേമം എന്ന് വിചാരിക്കുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ഭൂമിയിൽ ഈ ഭാരതഖണ്ഡത്തിൽ കർമ്മനാശം വരുത്താൻ കർമ്മങ്ങളൊക്കെ വരട്ടിക്കളഞ്ഞ് മോക്ഷം കിട്ടാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ അത് നമുക്ക് ആർക്കും ഇല്ലല്ലോ എന്നുള്ളത് കൊണ്ട് കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാദരം കൈവണങ്ങിയിടുന്നു. കാലം വളരെ ഗംഭീരമായിട്ടുള്ള കാലമാണ് കലികാലം. എന്നുവെച്ചാൽ നാമജപം കൊണ്ട് മാത്രം മോക്ഷം കിട്ടും എന്ന് മാത്രമല്ല, ഭാരതഖണ്ഡത്തിന് കർമ്മനാശം വരുത്താൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള സ്ഥലമാണ്. അപ്പം രണ്ടും ചേർന്നാൽ ഭാരതഖണ്ഡത്തിന് അത്ര യോഗ്യത വരും. ആ യോഗ്യത കാരണം ബാക്കിയുള്ള എല്ലാ ലോകത്തിലെയും ദ്വീപത്തിലെയും ഖണ്ഡങ്ങളിലെയും ജീവന്മാരെല്ലാം ഭഗവാന് ഈ ഭാരതഖണ്ഡത്തിൽ കലികാലത്തിൽ വന്ന് ജനിക്കണം എന്ന് വിചാരിക്കുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചുകൊണ്ടിടുവാൻ ഈ ഭാരതഖണ്ഡത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ, ഭാരതഖണ്ഡത്തിൽ അനവധി മഹർഷിമാരും അനവധി യോഗ്യന്മാരും അനവധി മുക്തന്മാരും ഭക്തന്മാരും ഉള്ള ഉണ്ടായിട്ടുള്ള ഭൂമിയാണ്. അവർ നടക്കുമ്പോൾ അവരുടെ പാദധൂളി തട്ടിയാൽ മതി. ആ പാദധൂളി തട്ടിയാൽ തന്നെ മോക്ഷം കിട്ടും. ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ആ നമ്പൂതിരി എങ്ങനെ അദ്ദേഹത്തിന് ഒരു പാണ്ടൊക്കെ ഉണ്ടായിരുന്നു മേത്തൊക്കെ. ആ പാണ്ടൊക്കെ കാരണം അദ്ദേഹം ഒരു പാപി ആണ് എന്ന് സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം എന്തോ ഒരു കാരണവശാൽ ഒരു യോഗിയുടെ കാൽക്കൽ ചെന്ന് വീഴാൻ കാരണമായി. കാൽക്കൽ ചെന്ന് വീഴല്ല, വീണപ്പോൾ യോഗി കാലുകൊണ്ട് അദ്ദേഹത്തിനെ താങ്ങി. അങ്ങനെ താങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പാണ്ടൊക്കെ പോയി. അദ്ദേഹത്തിന് ജ്ഞാനം കിട്ടി. എന്താ കാരണം വെച്ചാൽ, ആ യോഗിയുടെ കാലിൻ്റെ ധൂളി ഇദ്ദേഹത്തിൻ്റെ കാൽമ്പിൽ തട്ടി, ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് തട്ടി എന്നുള്ളതാണ് കാരണം. അങ്ങനെ അനവധി യോഗ്യന്മാരുള്ള പ്രദേശമാണ് ഭാരതം. അപ്പം അവിടെ ഒരു പുല്ലായിട്ട് ജനിച്ചാൽ ഈ യോഗ്യന്മാരാരെങ്കിലും നടന്നു പോയിട്ട് ഒരു പുല്ലായിട്ട് ആ പുല്ലിൻ്റെ മുകളിൽ ചവിട്ടിയാൽ പോരെ, മോക്ഷം കിട്ടില്ലേ? അത് വിചാരിച്ചിട്ട്
അതിൽ വന്നോരോ പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. അങ്ങനെ ആ ഭാരതത്തിൽ വന്ന് ജനിക്കാൻ ഒരു ഭാഗ്യം എനിക്കില്ലാണ്ട് പോയല്ലോ ഭഗവാനെ എന്ന് ഈ 14 ലോകങ്ങളിൽ അല്ല ബാക്കി 13 ലോകങ്ങളിലും ഉള്ള ആൾക്കാരും ഈ ബാക്കി ദ്വീപുകളിലുള്ളവരും ബാക്കി ഖണ്ഡങ്ങളിലുള്ളവരും ഒക്കെ വിചാരിക്കുന്നു. അവർ പറയാണ്, ഭാരതഖണ്ഡത്തിൽ പിറന്നൊരു മാനുഷർക്കും തനിക്കും നമസ്കാരം. അങ്ങനെ ഉള്ള ആ ഭാരതഖണ്ഡത്തിന് പുല്ലായിട്ട് ജനിച്ചാൽ തന്നെ മോക്ഷം കിട്ടും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കർമ്മനാശം വരുത്താൻ ഏറ്റവും യോഗ്യത ആയിട്ടുള്ള ഒരു ദേഹം കിട്ടിയിട്ടുള്ള മനുഷ്യർക്കും ആ കാലത്തിനും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു. മറ്റുള്ളോർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു എന്ന് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു പുകഴ്ത്തുന്നു എന്നുള്ളത് നമ്മളെന്തിനാ പറയണത്? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. നിന്നു കലിയുഗമല്ലയോ ഭാരത പ്രദേശവുമല്ലയോ നമ്മളെല്ലാം നരന്മാരുമല്ലയോ ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാരും ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പേടി കുറകയോ നാവു കൂടാതെ ജന്മമതാകയോ നമുക്കിനി വിനാശമില്ലായകയോ കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുകേമാ. കൃഷ്ണ മുകുന്ദ ജന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. കാലമിന്നു കലിയുഗമല്ലയോ? ഈ കാലം കലിയുഗമല്ലേ? കൃതയുഗമല്ല, ത്രേതായുഗമല്ല, ദ്വാപരയുഗമല്ല, കലിയുഗമാണ്. ഈ കലിയുഗം ആയതുകൊണ്ട് എത്ര സൗകര്യങ്ങളുണ്ട്. നാമം ജപിക്ക് മാത്രമേ വേണ്ടൂ ഭഗവാനെ ചെന്ന് ചേരാൻ. അങ്ങനെയുള്ള കാലത്ത് ഭാരതമിപ്രദേശവുമല്ലയോ? ഈ പ്രദേശം ഭാരതഭൂമിയാണ്. അപ്പോൾ ഭാരതത്തിന് ഏറ്റവും എളുപ്പമാണ് മോക്ഷം കിട്ടാൻ എന്ന് പറഞ്ഞു. കലികാലത്തും മോക്ഷം കിട്ടാൻ എളുപ്പമാണ്. ഇങ്ങനെ രണ്ടും ഒത്തുവന്ന സ്ഥിതിക്ക് പിന്നെ അത് മാത്രം പോരാ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ? നമ്മളെല്ലാം മനുഷ്യരുമല്ലേ? മനുഷ്യർക്ക് ഏറ്റവും എളുപ്പമാണ് മോക്ഷം കിട്ടാൻ എന്ന് പറഞ്ഞു. കലികാലത്ത് ഏറ്റവും മോക്ഷം കിട്ടാൻ എളുപ്പമാണ്, ഭാരതത്തിൽ ഏറ്റവും എളുപ്പമാണ്. അങ്ങനെയുള്ള ഈ സമയത്ത് ചെമ്മേ നന്നായി നിരൂപിപ്പീനെല്ലാരും ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ആലോചിക്കാം. ഇപ്പം നമുക്ക് ഭാരതത്തിൽ ജനിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. വേറെ എവിടെയെങ്കിലും ജനിച്ചു, വേറെ എവിടെയെങ്കിലും വളർന്നു, വേറെ എവിടെയെങ്കിലും മരിച്ചു പോയി എന്ന് വെച്ചാൽ അവിടെ നമുക്ക് മോക്ഷം കിട്ടാൻ യാതൊരു മാർഗവുമില്ല. പക്ഷെ നമ്മൾ ജനിച്ചത് ഭാരതത്തിലാണ്, നരന്മാരായിട്ടാണ് ജനിച്ചത്. നാമം ജപിച്ചാൽ അതുകൊണ്ട് മാത്രം മോക്ഷം കിട്ടാവുന്ന സ്ഥലത്തും അങ്ങനെ കാലത്തുമാണ് ജനിച്ചത്. ഇത് എല്ലപ്പോഴും ആലോചിച്ച് വെക്കണം. എല്ലപ്പോഴും കിട്ടുന്ന സൗകര്യമല്ല. ഈ സൗകര്യം ഒക്കെ ഉണ്ടായിട്ട് അത് കളയുന്നത് അത്ര ശരിയല്ല എന്നാണ് പൂന്താനത്തിൻ്റെ അഭിപ്രായം.
ഹരിനാമങ്ങളില്ലാതെ പോകയോ. ഹരിയുടെ നാമങ്ങൾ, ഭഗവാന്റെ നാമങ്ങൾ ഇല്ലാണ്ടായിട്ടില്ലോ. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമില്ലേ, ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും ഉണ്ട്. ആ ഏതെങ്കിലും ഒരു നാമം പിടിക്കേ വേണ്ടു, ഏതാണെന്നില്ല. അത് തന്നെ ഉദാഹരണം പറയാൻ പോകുന്നുണ്ട്. അനവധി നാമങ്ങളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു നാമം മതിയെന്ന്. എന്ത് നാമമായാലും വിരോധമില്ല. നരകങ്ങളിൽ പേടി കുറകയോ. നരകം മുതലായിട്ടുള്ള ലോകങ്ങളിൽ പേടിയില്ലാതെയാണ്. നമുക്ക് തന്നെ നമ്മുടെ ചുറ്റും എത്ര നരകങ്ങളുണ്ട്, അതിന്നൊക്കെ പേടി വേണ്ടേ? അതിലൊക്കെ ചെന്ന് ചാടണം എന്നൊരു മോഹം ഉണ്ടാവണം. അതിന്ന് ഒഴിവായി നിൽക്കാനല്ലേ തോന്നേണ്ടത്. അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് നാമം ജപിക്കില്ലേ. ഇനി നാമം ജപിക്കാൻ എന്താ തടസ്സം? നാവ് കൂടാതെ ജന്മമാകയോ. നാവ് ഇല്ലാണ്ട് നാമം ജപിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയാണോ? അങ്ങനത്തെ അല്ലല്ലോ. നാമം ജപിക്കാൻ എല്ലാവർക്കും പറ്റൂലോ. അങ്ങനെ നാമം ജപിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ നാമം ജപിക്കാമെന്ന് വെക്കാം. നാമം ജപിക്കാൻ സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കാൻ അതും നിവൃത്തിയില്ല. നമുക്കിന്ന് വിനാശമില്ലായകയോ. നമ്മൾ ഇല്ലാണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നാമം ജപിക്കാൻ കാലം നല്ലതാണ്, സ്ഥലം നല്ലതാണ്, നമ്മൾ നടന്മാരാണ്, അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടായിട്ട് നാമം ജപിക്കാണ്ടിരിക്കുക. അത് ബാക്കിയുള്ള ദുരിതങ്ങളിൽ നിന്നൊക്കെ നാമം നമ്മളെ രക്ഷിക്കുന്നത് നമുക്ക് നമ്മുടെ പൂർവികന്മാർ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ നാമം ജപിക്കാണ്ടിരിക്കണത് എന്തിനാണ്? നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോണ്ടി വരില്ലേ? കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതേ നാം. കഷ്ടം എന്നല്ലാണ്ടൊന്നും പറയാനില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നിരൂപണം കൂടാതെ, ആലോചിക്കാതെ. എന്തൊക്കെ ആലോചിക്കാണ്ട്? പലതും ആലോചിക്കാണ്ട്. ആ ആലോചനയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ലോകം ജീവിതം ചുട്ടു തിന്നാം. ജീവിതം ചുട്ടു തിന്നാന്ന് പറഞ്ഞാലോ ജീവിതം കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാണ്ട് ജീവിതം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടാം എന്നാണ് അർത്ഥം. നാമം ജപിച്ച് ഭഗവാന്റെ അടുത്ത് എത്താമെന്നുള്ള സൗകര്യം, എല്ലാ സൗകര്യവും വിശ്വമാതാവായിട്ടുള്ള ഭൂമി ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടും അതൊന്നും ഉപയോഗിക്കാതെ വെറുതെ ഒരാവശ്യമില്ലാണ്ട് രാവിലെ ആവാം, വെളിച്ചാവാം, അതിൻ്റെ പിന്നാലോടെ ഇതിൻ്റെ പിന്നാലോടെ അങ്ങനെ ഓടി തളർന്ന് എവിടെയെങ്കിലും കിടന്ന് വീണ് മരിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ നാമം ജപിച്ചാൽ ഈ ദുരിതങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കർമ്മബീജം, കർമ്മങ്ങളെല്ലാം വരട്ടിക്കളഞ്ഞ് നാമം കൊണ്ട് പതുക്കെ ക്രമേണ മോക്ഷം കിട്ടും എന്ന് മഹാന്മാർ പറഞ്ഞതൊക്കെ ഒഴിവാക്കി ഈ ജീവിതം ഇങ്ങനെ ചുട്ടു തിന്നുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ്. ചുട്ടു തിന്നുക എന്ന് പറഞ്ഞാൽ ചൂടോട് അതായത് അസ്വസ്ഥമായിട്ട് അനുഭവിക്കുക. ചൂടെന്ന് പറഞ്ഞാൽ അസ്വസ്ഥമായിട്ട് ഈ ജീവിതം മുഴുവൻ അനുഭവിക്കാം. ആ അസ്വസ്ഥത കളയാൻ ഏറ്റവും നല്ല മാർഗം നാമമാണ്. നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ അസ്വസ്ഥതകൾ കുറഞ്ഞു വരും. എന്താന്ന് വെച്ചാൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വരുമ്പോൾ ഈ അസ്വസ്ഥതകൾ കുറയും. ലക്ഷ്യമില്ലാണ്ട് ജീവിച്ചാൽ അസ്വസ്ഥതകൾ കൂടും. അടുത്തുള്ള ലക്ഷ്യങ്ങൾ വെക്കാനും പാടില്ല. അത് നേരത്തെ പറഞ്ഞല്ലോ, അടുത്തുള്ള ലക്ഷ്യങ്ങൾ വെച്ചാൽ ആ ലക്ഷ്യം കയ്യിൽ കിട്ടിയാൽ ആ ലക്ഷ്യം തീർന്നു. അപ്പോൾ അടുത്തുള്ള ലക്ഷ്യം വെക്കാൻ പറ്റില്ല, അകലുള്ള ലക്ഷ്യം വെക്കാവും. അങ്ങനെയുള്ള അകലുള്ള ലക്ഷ്യം ആണ് നമുക്ക് മോക്ഷം. അത് കിട്ടാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം നാമം ആണ്. ആ നാമം ജപിച്ചാൽ
മോക്ഷം കിട്ടും. അതുകൊണ്ട് നാമം ജപിച്ചോളൂ, വെറുതെ ഇങ്ങനെ ജീവിതം ചുട്ട് തിന്നരുത് എന്നാണ് പൂന്താനം പറയണത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ എത്ര ജന്മം ഫലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം ഭരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളാൽ അതു വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മധ്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിന്നു മാതാവിൻ പാത്രത്തിൽ വീണതറിഞ്ഞാലും 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി 10-12 പോയി തന്നെ താനഭിമാനിച്ചു പിന്നീടും തന്നെ താനറിയാതെ കഴിയുന്നു ഇത്ര കാലമിരിക്കുമിരിയെന്നും സത്യമോ നമുക്കൊന്നില്ലല്ലോ പോറ പോലെയുള്ളൊരു ദേഹത്തിൽ മാത്രമുണ്ടിങ്ങനെ കാണുന്നു ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തു പോകുന്നതെന്നേ പറയാവൂ അത്രമാത്രമിരിക്കുന്ന നേരത്ത് കിട്ടിച്ചിടുന്നതില്ലാതിരുനാമോ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്ര ജന്മം പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ വന്ന് ജനിച്ചത് നമുക്കറിയില്ല. പല ജന്മങ്ങൾ കഴിഞ്ഞുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ഇതേവരെ ചെയ്തു പോയിട്ടുള്ളത്. നമുക്ക് ഇപ്പോഴും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം പല വാസനകൾ നമ്മളുടെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പാണ്. ഈ വാസനയ്ക്ക് കാരണം വെറുതെ വാസന ഉണ്ടായി വരാൻ നിവൃത്തിയില്ല. അത് അനവധി കാലമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം ആയിട്ടാണ് ഓരോരോ വാസനകൾ വന്നു പെടുന്നത്. ആ വാസനകൾ ഉണ്ടെന്ന് ഉറപ്പാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും പല ഒരേ ഗൃഹത്തിൽ ഒരേ സമയത്ത് ജനിച്ച കുട്ടികൾക്കും കൂടി വ്യത്യാസമായിട്ടാണ് ജീവിതം കാണുന്നത്. അപ്പം അതിന് കാരണം അവരുടെ കർമ്മം ആണ്. അപ്പം അവർ അനവധി കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഒരു ജന്മത്തിൽ എത്ര കർമ്മങ്ങൾ ചെയ്യേണ്ടത് നമുക്കറിയില്ല. അത്രത്തോളം കർമ്മങ്ങൾ നമ്മൾ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പം ഈ മഹർഷിമാർ പറയണത് അതിൽ കുറച്ചൊന്നെടുത്തിട്ടാണ് പ്രാരാബ്ധ കർമ്മം. നമ്മളുടെ സഞ്ചിത കർമ്മത്തിൽ കുറച്ചൊന്നെടുത്തിട്ടാണ് പ്രാരാബ്ധം എന്ന് പറഞ്ഞിട്ടൊരു കർമ്മം ഉണ്ടാകുന്നത്. ആ കർമ്മം കൊണ്ടാണ് ഒരു ജന്മം എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കുറച്ച് കർമ്മം കൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് ജനിച്ചതാണ്. അപ്പോൾ അനവധി കർമ്മങ്ങൾ ബാക്കിയിരിക്കേണ്ട അനവധി കർമ്മങ്ങൾ വരാനും പോകുന്നുണ്ട്. ആ കർമ്മങ്ങളൊക്കെ സമ്പാദിച്ചിട്ടുള്ളത് അനവധി ജന്മങ്ങളിൽ നിന്നാവും. അപ്പം അനവധി ജന്മങ്ങൾ മണ്ണിലും മണ്ണ് ഈ അത്ര കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ നരജന്മം ആയിട്ട് ഭാരതഭൂമിയിൽ കലികാലത്ത് ജനിക്കാൻ പറ്റിയത്. എത്ര കാലം
എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും. മലം എന്ന് പറഞ്ഞാൽ വിസർജ്യ വസ്തുവിൽ കാണുന്ന പുഴുക്കളൊക്കെ ഉണ്ടാവും. ആ പുഴുക്കളായിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ല. എന്താന്ന് വെച്ചാൽ ആ സ്വഭാവമൊക്കെ നമുക്ക് ഇവിടെയും കാണാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ മലത്തിൽ കിടന്ന പുഴുവിൻ്റെ സ്വഭാവം നമുക്ക് ഇവിടെയും ചില ചിക്കലൊക്കെ നമ്മുടെ ദേഹത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട്. എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും. അനവധി കാലം ജലത്തിലും കഴിഞ്ഞിട്ടുണ്ടാവും. ജലത്തിൽ കഴിയേണ്ടത് നമുക്ക് ഉറപ്പാണ്. അങ്ങനെ കുറേ ആൾക്കാരെ കാണും. ജലത്തിൽ മാത്രം കഴിയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ മണ്ണിൽ കഴിഞ്ഞതും. മണ്ണിൽ ഈ മരം ആയിട്ട്, പുല്ലായിട്ട്, ചെടിയായിട്ട്, മണ്ണിരകളായിട്ട്, അങ്ങനെ മണ്ണിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരെ എത്ര ജന്മം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. എത്ര ജന്മം മരങ്ങളായി നിന്നതും. അനങ്ങാൻ പറ്റാതെ തപസ് പോലെ ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നത്, അങ്ങനെ എത്ര ജന്മം കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് അറിയില്ല. അനവധി ജന്മം അങ്ങനെയും കഴിഞ്ഞിട്ടുണ്ടാവാം. എത്ര ജന്മം അരിച്ചു നടന്നതും. അരിക്കുക എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞ് നടക്കാം. ഇഴഞ്ഞ് നടക്കണത് പുഴുവൊക്കെ അരിക്കുക എന്ന് പറയില്ല. അങ്ങനെ അരിച്ചു നടന്ന് എത്ര കാലം അരിച്ചു നടന്നു എന്നും അറിയില്ല. എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. എത്ര ജന്മം മൃഗങ്ങളായി, എത്ര ജന്മം പശുക്കളായി എന്നൊന്നും അറിയില്ല. ബുദ്ധൻ്റെ ബോധിതത്വൻ്റെ കഥകളുണ്ട്. അനവധി ദിക്കിൽ ജനിച്ചിട്ടുള്ളതായിട്ടുള്ള കഥകളുണ്ട്. ബോധിസത്വൻ മാനായിട്ടും ഒക്കെ ജനിച്ചു എന്ന് പറയുന്ന കഥകളുണ്ട്. അതുപോലെ നമ്മളും പല ദിക്കിലും ജനിച്ചിട്ടുണ്ടാവും. നമുക്ക് ആ ഓർമ്മയില്ലാത്തത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ മാത്രമേ ഉള്ളൂ. ഓർമ്മ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെയൊന്നും ഇരിക്കില്ല. അത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും നമ്മൾ. എന്താ വെച്ചാൽ എവിടേക്കാണ് പോയി ജനിച്ചിട്ടുള്ളത് ഒരു രൂപമില്ല. അത് ഓർമ്മയില്ലാത്തത് നന്നായി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് അത് വന്നിട്ട് ഈ വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിന് മുമ്പേ കഴിച്ചു നാം. അങ്ങനെ എത്ര ജന്മങ്ങൾ ഈ മർത്യജന്മത്തിന് ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിക്കുന്നതിൻ്റെ മുമ്പേ എത്ര ജന്മം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പിന്നെ അത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും. അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് വീണത് ഈ പ്രാരാബ്ധങ്ങൾ, അനവധി കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മങ്ങളുടെ ഫലം ആയിട്ട് അതിന്ന് കുറച്ചെടുത്ത് അങ്ങനെ പ്രാരാബ്ധകർമ്മം ആയിട്ട് അത് കൊടുത്തിട്ടാണ് ഗർഭത്തിൽ വന്ന് പിറന്നത്. 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി. 10 മാസം വയറിൻ്റെ ഉള്ളിലാണ്. ഇന്ന് ജന്തു എന്നാണ് ഭാഗവതത്തിലൊക്കെ പറയണത്. ഒരു ജന്തുവായിട്ട് ഗർഭത്തിലിരിക്കുമ്പോൾ ഈ പൂർവ്വജന്മങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്നൊക്കെയാണ് ഭാഗവതത്തിൽ പറയണത്. എല്ലാ കാര്യങ്ങളും ഞാനും തികഞ്ഞുണ്ടാവും. ഞാൻ ഈ ഇവിടുന്ന് ഇറങ്ങിയാൽ, ഈ ഗർഭത്തിൽ നിന്നാണ് ഇറങ്ങിയാൽ പിന്നെ ഒരു സംഘത്തിനും നിൽക്കില്ല. ഞാൻ വളരെ മോക്ഷത്തിന് മാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അത്ര ഗർഭത്തിലിരുന്നിട്ട് ജന്തുവിൻ്റെ ഒരു സ്തുതിയൊക്കെ ഉണ്ട്. ജന്തുവിൻ്റെ സ്തുതിയൊക്കെ ഉണ്ട് ഗർഭത്തിലിരുന്നിട്ട്, ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പ്രസവമാണ്. തല കീഴ്പ്പെട്ടായിട്ടാണ് പ്രസവിക്കുക. ആദ്യം തന്നെ തല കീഴ്പ്പെട്ടായി പ്രസവിക്കുമ്പോൾ തന്നെ ആകെ കുഴപ്പമായി തീർന്നു. ഒരു നിലവിളിയോട് കൂടിയിട്ട്, ആ വേദന സഹിക്കാൻ വയ്യാണ്ട് നിലവിളിയോട് കൂടിയിട്ടാണ് വന്ന് പുറപ്പെടുക, വന്ന് ജനിക്കുക. ആ നിലവിളിയോട് കൂടിയിട്ട് ജ്ഞാനം മുഴുവൻ പോവും എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ വന്ന് 10-12 പോയി. നമ്മൾ പറയും കുട്ടിക്കാലമാണ് ഏറ്റവും സുഖമായിട്ടുള്ള കാലം. ഇത്ര അപകടമായിട്ടുള്ള കാലം വേറെ ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഒരാവശ്യമില്ലാത്തതിന് വാശി പിടിക്കും. എത്ര സൂക്കടാണെന്ന് അറിയില്ല, അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു
പാവയെ കിട്ടിയില്ല വെച്ചാൽ ലോകം മുഴുവൻ ഇടിഞ്ഞു വീണ പോലെ നിലവിളിക്കും. ഒരു കാര്യമില്ലാതെ നമുക്കറിയാം, പക്ഷെ കുട്ടിക്ക് അറിയില്ല. അങ്ങനെ നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആവശ്യമില്ലാത്തതിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. കുട്ടികളെ എങ്ങനെയായാലും 10-12 വയസ്സ് വരെ ഇങ്ങനെ എന്തിനാന്ന് ഇഷ്ടമില്ലാണ്ട് നിലവിളിയും ദണ്ഡങ്ങളും വേദനകളും ശിക്ഷകളും ഒക്കെ അനുഭവിച്ച് 10-12 കൊല്ലം ഉണ്ണിയായിട്ട് കുട്ടിയായിട്ട് പോകും. തന്നെത്താനാൻ ഭീമാനിച്ചു പിന്നേടം തന്നെത്താനറിയാതെ കഴിയുന്നു. പിന്നെ അഭിമാനം തുടങ്ങിയായി. എന്തൊക്കെ അഭിമാനം? ഞാൻ ഇന്ന കുലത്തിലാണ്, ഇന്ന വംശത്തിലാണ്, ഇന്ന ആളുടെ മകനാണ്, ഇത്ര സ്വത്തുണ്ട്, ഇത്ര പഠിപ്പുണ്ട്. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് കെട്ടി അതൊക്കെ എൻ്റെ ചുറ്റും ഞാൻ അങ്ങനെ ഓരോന്നിലും എൻ്റെ മുദ്ര പതിപ്പിച്ച് ഒക്കെ ഞാനാക്കി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാനാണെന്ന് സങ്കല്പിച്ച് അങ്ങനെ തന്നെത്താനഭിമാനിച്ചു പിന്നേടം തന്നെത്താനറിയാതെ കഴിയുന്നു. ഇതെൻ്റെ ദേഹം, ഇതെൻ്റെ ഗേഹം, ഇതെൻ്റെ വിത്തം, ഇങ്ങനെ ഒക്കെ എൻ്റേതായിട്ട് ആണ് എല്ലാം. ഞാനാണ്, എൻ്റേതാണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും ഈ ഞാൻ ആരാണെന്ന് ആലോചിക്കാൻ മെനക്കെടില്ല. തന്നെത്താനറിയാതെ കഴിയുന്നു. നമ്മളാരാണെന്ന് അറിയാണ് വേണ്ടത്. ആ നമ്മളാരാണെന്ന് അറിയാൻ യാതൊരാളും ശ്രമിക്കണില്ല. ഇത്ര കാലമിരിക്കുമിനി എന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. ഞാൻ മാർച്ച് 21 നാട്ടിൽ പോകുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ച് ഏപ്രിൽ 6 തിരിച്ചു വരും എന്നൊക്കെയാണ് നമ്മുടെ തീരുമാനം. അങ്ങനെയാണ് നടക്കുക എന്നാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്താ ഇത്ര കാലമേരിക്കുമിനി എന്നും യാത്ര ഉണ്ടാവും, അത്ര കാലം ജീവിച്ചിരുന്നോളണം എന്ന് യാതൊരു നിർബന്ധമില്ല. യാതൊരു നിർബന്ധമില്ലാത്ത നമുക്ക് നിർബന്ധമില്ല. പക്ഷെ ജീവൻ അത്ര നിർബന്ധമുണ്ടോ സംശയമില്ല. അത് കലായ പുറപ്പെട്ടു പോകും, അത്ര ഉണ്ട്. സത്യമോ നമുക്കേതോ ഒന്നില്ലല്ലോ. അങ്ങനെ ഒരു സത്യമൊന്നുമില്ല. അങ്ങനെ സത്യം പറഞ്ഞിട്ട് ഞാൻ ഇത്ര കാലം ജീവിച്ചിരുന്നോളാം എന്ന് സത്യം പറയാൻ വയ്യ. ഭീമൻ യുധിഷ്ഠിരനോട് പറഞ്ഞു എന്ന് ഒരു കഥ ഉണ്ട്. യുധിഷ്ഠിരൻ ഏതോ ഒരാൾ വന്നപ്പോൾ നാളെ വരൂ നോക്കാമെന്ന് പറഞ്ഞു. അത്രേ ഏതോ ഒരു ആവശ്യക്കാരൻ, രാജാവല്ലേ, രാജാവിനെ കണ്ടപ്പോൾ രാജാവ് യുധിഷ്ഠിരൻ പറഞ്ഞു അത്രേ നാളെ വരൂ, നാളെ ശരിയാക്കാം. ഭീമൻ എല്ലാവരെയും വിളിച്ച് വലിയ വാദ്യങ്ങൾ, കൊട്ടാരം മുഴുവൻ അലങ്കരിക്കാനും ഒക്കെ പറഞ്ഞു. വലിയ വാദ്യങ്ങള് ആകെ ഉത്സവം ആക്കി. അപ്പൊ യുധിഷ്ഠിരൻ ചോദിച്ചു ഇത് എന്താന്ന് ചോദിച്ചു. അല്ല ഏട്ടൻ മൃത്യുവിനെ ജയിച്ചല്ലോ, അതുകൊണ്ടാണ്. നാളെ വരാൻ പറയുന്നത് എങ്ങനെ നടക്കണം? നാളെ വരാൻ പറയാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതപ്പം ചെയ്യണ്ടേ എന്നാണ് ഇത് ഭീമൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ നമുക്ക് ഒരു സത്യമില്ല, നാളെ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു നിയമവുമില്ല. വീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. വെള്ളത്തിൽ കുമിള ഉണ്ടാവും. ആ കുമിള എപ്പോഴാ പൊട്ടാന്ന് ഒരു രൂപമില്ല, അത്ര വേഗം പൊട്ടിപ്പോകും. ഒരു നിയമമില്ല അതിന്. ഒരു സെക്കൻഡ് നിൽക്കുന്നോ ഒരു മിനിറ്റ് നിൽക്കുന്നോ ഒരു നിയമമില്ല, അത് പൊട്ടിപ്പോകും. അതില് വീർപ്പു മാത്രമുണ്ടെങ്ങനെ കാണുന്നു. വീർപ്പ് എന്നുള്ളതിന് രണ്ടർത്ഥം. എന്താന്ന് വെച്ചാൽ വീർപ്പ് എന്ന് പറഞ്ഞാൽ ശ്വാസം വലിക്കാന്നൊരർത്ഥം. അപ്പോൾ ഈ ദേഹത്തിന് ശ്വാസം വലിക്കണത് മാത്രം ഇങ്ങനെ കാണുന്നുണ്ട്, അതെപ്പോഴാണ് നിൽക്കാന്നൊട്ട് നിശ്ചയില്ല, അങ്ങനെ ഒരർത്ഥം.
പിന്നെ വിയർപ്പ് എന്ന് പറഞ്ഞാൽ തടിച്ച് വരാം ഇല്ല അല്ലേ, തടിച്ച് വരിക നമ്മൾ. എന്താ കാരണം വെച്ചാൽ ഇതെൻ്റെയാണ്, അതെൻ്റെയാണ്, ഇതെൻ്റെയാണ്, അതെൻ്റെയാണ്. ഈ ലോകം മുഴുവൻ ഇങ്ങനെ വലുതായി വരിക നമ്മൾ. അത് മാത്രമേ കാണുള്ളൂ, നമ്മളെ കാണാനില്ല. ഇതൊക്കെ എൻ്റെ ആണോ എന്നിങ്ങനെ വന്ന് വീർത്ത് വരിക എന്നല്ലാണ്ട് എന്നെ കാണാനില്ല. വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു, ഓർത്തറിയാതെ പാടുപേടുന്നേരം. ഇതൊന്നും ആലോചിക്കാതെ, ഓർത്തറിയാതെ എന്ന് പറഞ്ഞാൽ ആലോചിക്കാതെ പാടുപേടുന്നേരം, ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് നേർത്തു പോകുമെന്നതേ പറയാവൂ, നേർത്തു പോകുമാതെന്നെ പറയാവൂ. ഈ വിയർപ്പ്, അതായത് ശ്വാസം ഏത് സമയത്താണ് അതിങ്ങനെ നേർത്ത് ഇല്ലാണ്ടാവാൻ യാതൊരു രൂപവുമില്ല. ആ സമയത്ത് നമ്മൾ നാമം ജപിക്കുന്നില്ല. ഇനി നമ്മൾ നമ്മുടേതാണെന്ന് സങ്കല്പിച്ച് വീർത്ത് വന്നിരുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴാ കൊഴിഞ്ഞു പോകാൻ ഇഷ്ടമില്ല. ആ സമയം അതാലോചിച്ചാലെങ്കിലും നാമം ജപിക്കാം. ശ്വാസം പോണത് ആലോചിക്കാൻ പറ്റില്ല, അത് പോട്ടെ. പക്ഷേ നമ്മുടേതല്ലാത്തത് പലതും നമ്മുടേതാണെന്ന് വിചാരിച്ചേർന്ന പലതും നമ്മുടെ നിന്ന് കൊഴിഞ്ഞു പോണത് നമുക്ക് നല്ല ഉറപ്പാണ്. നമുക്ക് എല്ലപ്പോഴും അറിയാം, നല്ല ബോധ്യമുണ്ട്. ഇത്ര കഷണ്ടി ഉണ്ടായിരുന്നില്ല പോലെ. അപ്പം അത് നമ്മുടേതല്ലാത്തത് പലതും കൊഴിഞ്ഞു പോണുണ്ട്. നമ്മുടേതാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ടത് അത് കൊഴിഞ്ഞു പോയാലെങ്കിൽ നമുക്ക് മനസ്സിലാവണം ഇതൊന്നും അനവധി കാലം നിൽക്കില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത്രമാത്രം ഇരിക്കുന്ന നേരത്തോ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നില്ല. ഇത്ര നിസ്സാരമാണ് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഭാവി എന്നറിയുന്ന സമയത്തും നാമം ജപിക്കാനുള്ള മെനക്കെട് ആരും എടുക്കുന്നില്ല. അതെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവൃത്തി കേട്ടോ. ജീരാ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കാശ്മീരിലൊക്കെ പോയി നമുക്ക്